യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3, അതിൻ്റെ 5-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. 3-ാമത്തെ വാക്യം പറഞ്ഞു, ഒന്നുകൂടെ 3 കൂടെ വായിച്ചേ. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 6-ാം വാക്യം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവിനാൽ ജനിക്കുക, ആത്മാവിനാൽ, അതാണ് കർത്താവ് പറയുക. Chapter 3 verse 5, Jesus answered, truly, truly, I say to you, unless one is born of water and the Spirit, he cannot enter the kingdom of God. And that which is born of the flesh is flesh, and that which is born of the Spirit is spirit. Which is born of flesh is flesh, and that which is born of the Spirit is spirit. അപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നു, സത്യമായിട്ടും ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, അൺലെസ് വൺ ഈസ് ബോൺ അഗെയിൻ ഹീ കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല പുതുതായി ജനിച്ചില്ല എങ്കിൽ. അൺലെസ് വൺ ഈസ് ബോൺ അഗെയിൻ. വാട്ട് യു മീൻ ബൈ ബോൺ അഗെയിൻ? ബോൺ അഗെയിൻ എന്നുള്ളൊരു വാക്കൊക്കെ ഇന്നൊരു സാധാരണയായി വരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മാട്രിമോണിയൽ സൈറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു വാക്കാണ് ബോൺ അഗെയിൻ. ഗേൾ ഹാവിങ് ദിസ് ആൻഡ് സോ ബോൺ അഗെയിൻ, സ്പിരിറ്റ് ഫെയിൽ, ബാപ്റ്റൈസ്, സീക്കിങ് എ ബോൺ അഗെയിൻ. ഇന്നലെ ഒരു ചെറുക്കൻ വന്നേക്കുക, എവിടെ നിന്ന് തപ്പിയാന്നറിയാമോ? അങ്ങ് വിദേശത്തുനിന്ന്. അവനെ മാട്രിമോണിലൊരു കൊച്ചിനെ കണ്ടു, ഐ ലവ് ജീസസ് ആൻഡ് ഐ എം ബോൺ അഗെയിൻ. തപ്പി വന്നേക്കുക, വടക്കേൻ്റെ കാര്യത്തിയാണ്. ഈ കൊച്ചിനെ ഒന്ന് കണ്ടുപിടിക്കാൻ എൻ്റെ സഹായം കൂടെ വേണം. കാരണം ബോൺ അഗെയിൻ എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയത് കൊണ്ട് ഹി ഹാഡ് കം ഓൾ ദ വേ ഫ്രം ഗൾഫ് ടു മീറ്റ് മീ. എന്തിനാ? ഒരു സഹായം നോക്കാൻ വേണ്ടി, ആ കുട്ടിയെ ഒന്ന് കാണാൻ. എനിവേ, ബോൺ അഗെയിൻ അവിടെ താഴോട്ട് പറയുന്നത് എന്താ? ബോൺ ഓഫ് സ്പിരിറ്റ്, ആത്മാവിനാൽ ജനിക്കുക. വാട്ട് യു മീൻ ബൈ ബോൺ ഓഫ് സ്പിരിറ്റ്? ആത്മാവിനാൽ. നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, നാം ആത്മാവിന് വേണ്ടിയുള്ളവരാണ്. സകലതും അവിടുന്ന് മുഖാന്തരമാണ്, സകലവും അവിടത്തേക്കാണ്. ജനാധിപത്യം പോലാണ്. എന്താണ് ഡെമോക്രസി എന്ന് ചോദിച്ചാൽ എന്തോ പറയും? വാട്ട് ഈസ് ഡെമോക്രസി? ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആത്മാവിനാൽ ജനനം. ആരാല? ബൈ ദ സ്പിരിറ്റ്. ആർക്ക് വേണ്ടിയാ? ആത്മാവിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാം ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിനാലുള്ള ജനനം. അപ്പോൾ 2 ജനനങ്ങളുണ്ട് എന്ന് കാണുന്നു. ഒന്ന് ഫ്ലഷിൽ, ജഡത്തിൽ ജനിക്കുന്നതാണ്. 2 ആത്മാവിനാൽ ജനിക്കുകയാണ്. നമുക്ക് എന്നെ ഇനിയും ശ്രദ്ധിച്ചിരിക്കുക, അവോളം ശ്രദ്ധിക്കുക. There may be a bit hindrance, those who can't understand Malayalam, but my problem is I am more fluent in, if I speak in Malayalam, I can be more expressive, I can be more fluent, I can express my ideas more fluently and spontaneously if I speak in Malayalam. If I try to speak in English, I had to think in Malayalam, then I had to translate it into English. That must be done in my brain. ഇങ്ങനെയല്ലേ നിങ്ങളും പറയുക? അത് പറയുന്ന കേട്ടാൽ അറിയാം, അല്ലേ? നമ്മൾ ജനിച്ചതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ മേലുണ്ട്. അപ്പം പിന്നെ സാധാരണ ഞാൻ പറയാറുണ്ട്, ട്രാൻസ്ലേഷനും നമ്മുടെ ചിലപ്പോഴൊക്കെ സ്പിരിറ്റ് ചോർത്തും. അല്ല പിന്നെ അതുപോലെ ആ സിങ്ങി നിൽക്കണം. അപ്പം എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എനിവേ, children may be a bit difficult to follow my Malayalam. There is a sister who knows bit, but I'm a bit happy because she knows me. I cannot speak well, but I can understand koncham Malayalam.
എന്ന് പറഞ്ഞപ്പോഴും സന്തോഷമായി. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, ആത്മാവിനാൽ ജനിക്കണം. ബോൺ അഗെയിൻ ആണെന്ന് ഉറപ്പുള്ളവർ, ഇഫ് യു ആർ ഷുവർ ദാറ്റ് യു ആർ ബോൺ അഗെയിൻ, ഒന്ന് കൈപൊക്കാമോ? ബോൺ അഗെയിൻ, ഇഫ് യു ആർ ഷുവർ. ദൈവം സഹായിക്കട്ടെ. എന്താണ് ഈ ബോൺ അഗെയിൻ സ്പിരിറ്റ്? നമ്മളൊരാത്മീയം ചോദിച്ചാലും പറയണ്ടേ? മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിൽ ഗോഡ് ബ്രത്ത്, അവനെ ആ ശ്വാസം അവൻ്റെ മേൽ പതിഞ്ഞു. സത്യത്തിൽ ശ്വാസം പതിഞ്ഞു എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കണം. ദൈവം ആ മണ്ണിനെ ചുംബിക്കുകയാണ്. ഗോഡ് കിസ്ഡ്, ദൈവം ചുംബിച്ചു. നമ്മുടെ ഒരാളുടെ ദേഹത്ത് നമ്മുടെ ശ്വാസം പതിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത് വന്ന് അത്രമാത്രം സ്നേഹത്തോടെ മനുഷ്യൻ്റെ മേലെ ദൈവം ഊതി എന്ന് കണ്ടപ്പോൾ മനുഷ്യൻ ആരായി? ജീവനുള്ള ദേഹിയായി. അപ്പോൾ മനുഷ്യന് ജീവനുള്ള ദേഹിയായി എന്ന് കാണും. 3 കാര്യങ്ങളാണ് മനുഷ്യനുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്, അല്ലേ? ഈ ഒരു 3ൻ്റെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, അതിൻ്റെ ഒരു 3ൻ്റെയും ഒരു മേർജ്ഡാണ്, ഒരു സങ്കലനമാണ് മനുഷ്യൻ. മനുഷ്യന് ദേഹമുണ്ട്, ആത്മാവുണ്ട്, ദേഹിയുണ്ട്. ആത്മാവ്, സ്പിരിറ്റ്, അത് 3 ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ 3 കാണണം. ആ വാക്ക് വരുമ്പോൾ സ്പിരിറ്റ്, ആത്മാവ്. 1 ദൈവാത്മാവ്, ഹോളി സ്പിരിറ്റ്, ദൈവാത്മാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവാത്മാവ്. 2 എന്തുണ്ട്? ദുരാത്മാവുണ്ട്. ഉണ്ടോ? ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. ദൈവാത്മാവ് ഉള്ളതുപോലെ തന്നെ ഈ ലോകത്ത് എന്തും ഉണ്ട്, ദുരാത്മാവുണ്ട്. ഇനി 3ാമത്തെ പ്രബലമായ ശക്തമായ ഒരാത്മാവുണ്ട്. എന്താ? മനുഷ്യാത്മാവുണ്ട്. ഈ ദൈവാത്മാവും ദുരാത്മാവും പ്രവർത്തിക്കുന്ന എവിടാ? മനുഷ്യാത്മാവിലാണ്. ഈ മനുഷ്യാത്മാവ് ഭയങ്കര ശക്തമാണ്. റിച്ചു പാട്ട് പാടുകയാണ്, നല്ല സാന്നിധ്യമായിരുന്നു. എനിക്കത് ഫീൽ ചെയ്യാനൊത്തു. ഒരാൾ പറയുകയാണ്, മനസ്സിൽ ചിന്തിക്കുക, ഇവൻ എന്തോ ചെയ്താലും ഞാനിന്നിങ്ങനെ നിൽക്കും. ഒന്നും സംഭവിക്കത്തില്ല, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ എന്ത് സ്ട്രോങ്ങായി? മനുഷ്യാത്മാവ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നിങ്ങനെ ഇവിടെ നിൽക്കും. അല്ല പിന്നെ തമ്പുരാൻ അടിച്ച് താഴെ കളയണം, വലിയ കാറ്റൊക്കെ ഊതണം, അങ്ങനെ സംഭവിക്കും കേട്ടോ. അത് അതുപോലെ അങ്ങ് ഈ നിൽക്കുന്നവരങ്ങ് കരയും, കർത്താവ് ഇവനെ ഒന്ന് അടിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ ചിലപ്പോൾ അങ്ങ് തൊടും. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, കർത്താവെ തൊടണേ. അപ്പം നമ്മുടെ 3 മനുഷ്യാത്മാവും ദൈവാത്മാവും പോലെ തന്നെ, ദൈവാത്മാവും ദുരാത്മാവും പോലെ തന്നെ. ദുരാത്മാവ് ശക്തമല്ലേ? ദുരാത്മാവും ശക്തമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സർവ്വശക്തനാണെങ്കിൽ, ദൈവം സർവ്വശക്തനാണെങ്കിൽ ശക്തനാണ് സാത്താൻ, അല്ലേ? അപ്പം അതുകൊണ്ട് മനുഷ്യാത്മാവും സ്ട്രോങ്ങാണ്. മനുഷ്യാത്മാവും സ്ട്രോങ്ങാണ്. ഒരു പെങ്കൊച്ച് ഒരാളെ സ്നേഹമാണ്, അതൊരു അന്യമതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ആ ഒരു നിലകളിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥിച്ച് ഒത്തിരി പേരെ ദൈവാസന്മാരെ കൊണ്ടുവരുന്നപ്പോൾ അതിന് ബന്ധിക്കപ്പെട്ടാണെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കൊടുക്കും. ഈ പെങ്കൊച്ച് എന്നോട് രഹസ്യം പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ, കുട്ടകത്തി വെള്ളം തന്നാൽ ഇത് പോത്തില്ലെന്ന് പറഞ്ഞു. ഒത്തിരി വെള്ളം കുടിപ്പിച്ചു, കുട്ടകത്തി വെള്ളം കുടിപ്പിച്ചാൽ ഈ സാധനം എന്ത് ചെയ്യത്തില്ല, പോത്തില്ല. കാരണം അവിടെ മനുഷ്യാത്മാവിൽ അവൾ അതിനോട് എന്ത് ചെയ്തേക്കുക, ദൃഢപ്രതിജ്ഞ എടുത്തേക്കുക. അപ്പം നമ്മുടെ ഒന്ന് മനുഷ്യാത്മാവൊന്ന് അലിയണമെങ്കിലേ ദൈവാത്മാവ് ഈ ഫറവോൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്തു, കഠിനപ്പെടുത്തി. എന്ന് പറയുമ്പോൾ ആരാ കുറ്റക്കാരൻ? അല്ല, ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആരാ ഉത്തരവാദി? ദൈവം. അങ്ങനെ ദൈവം കൊണ്ട് മുക്കിക്കളഞ്ഞില്ലേ? ദോഷമല്ലേ? അപ്പോൾ ആരാ കുറ്റക്കാരൻ? ദൈവമല്ലേ? എന്നാൽ മറ്റൊരു കാര്യം കൂടെ അവിടെ അറിയണം. ചള്ളയിൽ വെയിലടിച്ചാൽ എന്തോ ആകും? ചള്ള കുറച്ച് കൂടി കിടക്കുക, വെയിലടിച്ചു, എന്തായി? കട്ടിയായി. വാക്സ്, മെഴുക് വെയിലടിച്ചു, എന്ത് ചെയ്തു? ഉരുകി. ഇത് രണ്ടും ഒരു വെയിൽ എവിടെ അടിച്ചേ? 2 പ്രതലത്തിൽ 2 എഫക്റ്റാണ്. ആണോ? 2 പ്രതലത്തിൽ 2 എഫക്റ്റാണ്. നമ്മുടെ ഹൃദയം ചള്ളയാണെങ്കിൽ അവിടെ എത്ര വെയിലടിച്ചാലും എന്തായിക്കൊണ്ടേയിരിക്കാം? കട്ടിയായിക്കൊണ്ടേയിരിക്കാം. ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കല്ലേ. പക്ഷേ മനുഷ്യാത്മാവിൽ നമ്മൾ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ്
ദൈവം നമ്മുടെ അകത്ത് വലിയ വ്യത്യാസങ്ങളെ വരുത്തുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഒരു സബ്മിഷൻ ആവശ്യമുണ്ട്. അവിടെയാണ് 3 കാര്യങ്ങൾ പറയുക: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം നമ്മുടെ മണ്ണാണ്, പേടകമാണ്. ദേഹി എന്താ? ആത്മാവ് ദൈവാംശമാണ്, ദൈവത്തിൻ്റെ അംശമാണ്. ദേഹി നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ ചിന്താശേഷി, നമ്മുടെ വിവേചന ശക്തി, ഇതെല്ലാം എന്താ? ദേഹി മണ്ഡലത്തിലാണ്. അപ്പം ദേഹി മണ്ഡലം, ദേഹം, ആത്മാവ്, ഇത് 3 കൂടെ കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച് അവനെ ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. ദൈവം കണ്ടു. എന്താ കണ്ട്? ദൈവം കണ്ട ഒറ്റ കാര്യമുണ്ട്: നന്നല്ലെന്ന്. എവറിതിങ് ഗോഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് 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 ഗുഡ്. പക്ഷേ ഒന്നി വന്നപ്പം ദൈവം കണ്ടു, ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഈസ് എലോൺ. ഒറ്റയ്ക്കിരിക്കുന്നത് എന്തല്ല, നന്നല്ലെന്ന് കണ്ടു. അപ്പം ദൈവം എന്ത് കൊടുത്തു? ഒരു ഉറക്കം കൊടുത്തിട്ട് അവന് വേണ്ടി തക്കതായ ഒരു തുണിയെ കൊടുത്തു. ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീങ്സ് ഇൻ ഹീസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവം സ്നേഹമാണ്. ഇവിടെ ആവർത്തിക്കപ്പെട്ട ദൈവം കാരുണ്യവാനാണ്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനുള്ള ഒരു കഴിവുണ്ട്: സ്നേഹിക്കാനും. ടു ലവ് ആൻഡ് ടു ബി ലവ്. അതാണ് മനുഷ്യനുള്ള വലിയൊരു കഴിവ്. ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ബന്ധങ്ങളും സ്നേഹങ്ങളും നിലനിർത്താനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കണ്ടു, ഒറ്റയ്ക്കിരിക്കുന്ന നന്നല്ലെന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. അവന് തക്കതായ ഒരു തുണയെ കൊടുക്കണ്ടേ? അതിന് ദൈവം എന്ത് ചെയ്തു? അവന് നല്ലൊരു ഗോഡ് ഗേവ് ഹിം എ ഡീപ്പ് സ്ലീപ്പ്, ഭയങ്കര ഒരു ഉറക്കം കൊടുത്തു. ആ ഉറക്കത്തിൽ അവൻ്റെ വിലാപ്പുറം തുറന്നൊരു സ്ത്രീയെ കൊണ്ടുവന്നു. ആ സ്ത്രീയെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പാടി, ആദം പാടി. എന്താ പാടിയേ? ഇറ്റ് വാസ് എ സോങ്. അറിയാമോ എന്തായിരുന്നു ആ പാട്ട്? ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണ്. ഷീ ഈസ് ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് സോങ് വിച്ച് വാസ് സാങ് ബൈ ആദം പാടുകയാണ്. അവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണ്. ശക്തി പറഞ്ഞാൽ അതെല്ലാം ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ്. ഇവളെൻ്റെ അസ്ഥിയാണ്, ശക്തിയാണ്. ശരിക്കും പുരുഷൻ്റെ ശക്തി ആരാ? സ്ത്രീയാണ്. ഞാൻ 1000 സ്ഥലത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഒന്നുകൂടെ ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബിൽ കേട്ടിട്ടും ഉണ്ടായിരിക്കാം, എന്നാലും ഒന്നുകൂടെ ചോദിക്കുക. ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, നാട്ടിൻപുറത്ത് കള്ളന്മാരുണ്ട്. രാത്രി ഉറക്കുക, പിള്ളേരെല്ലാം പഠിക്കാൻ പോയി, അച്ചായനും അമ്മാമ്മയും തന്നെയുള്ളൂ. അച്ചായനോ നല്ല ആരോഗ്യവാൻ, പക്ക ഇന്ത്യൻ ട്രഡീഷണൽ മാസ്കുലിൻ കൺസെപ്റ്റുള്ള കട്ടിമീശ, പിന്നെ നെഞ്ചത്ത് രോമം, തനിനാടൻ മലയാളിയാണ്. ഈയിടയ്ക്ക് ഒരുത്തം പറഞ്ഞു, നെഞ്ചത്ത് മാത്രമല്ല എനിക്ക് ചെവിയിലും പൂടയുണ്ട്. നെഞ്ചത്തും പൂട, ചെവിയിലും പൂട, മീശയും എല്ലാം ഉള്ളവനാ. രാത്രി കള്ളൻ തട്ടുന്നു, കൊട്ടുന്നു, മുട്ടുന്നു, തുറക്കുന്നു. ഭാര്യയെ ഉണർത്താതെ കതക് തുറക്കാൻ ധൈര്യമുള്ള അച്ഛനുണ്ടോ? ആളെ ഉണർത്താതെ പോയി കഥ തുറക്കൂ? ഇല്ല, തുറക്കില്ല. ഇടിയെ മുട്ട് ഇല്ല, മനുഷ്യ ചുമ്മാ ഉറങ്ങ്. പക്ഷേ മുട്ടിയിട്ടേ പോയി തുറക്കത്തുള്ളൂ. മിക്കവാറും ഫ്രണ്ടിൽ പോകുന്നു അമ്മാമ്മയായിരിക്കും. ഇവളെൻ്റെ ആരാ? അസ്ഥിയ. ഞാൻ കണ്ണി കണ്ട ഒരിക്കൽ പാമ്പ് കയറി പെരയ്ക്കകത്ത്, അച്ചായൻ കട്ടിലേ എന്നുകൊണ്ട് അടിക്കുക, അടിച്ചു കൊന്ന അമ്മമ്മയാ. അപ്പോൾ ഇവളെൻ്റെ ആരാ? അസ്ഥിയ. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, സമ്മതിച്ചു കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ. സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ സമയം കുറേ എടുക്കും. ഇവളെൻ്റെ അസ്ഥിയ. 2 പറഞ്ഞു, ഷീ ഈസ് മൈ ബോൺ ഓഫ് ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. അതും സത്യ. അതെന്താ? ബലഹീനതയാണ് ഫ്ലഷ് കാണിക്കുക. സ്ത്രീ പലതും കാര്യം നടന്നത് എങ്ങനെയാ? ആദ്യം പിണങ്ങി നോക്കും, പിന്നെ വിരട്ടി നോക്കും. ഒന്നും ഒത്തില്ല, എന്തു ചെയ്യും? കരഞ്ഞ് സാധിക്കും. ആരാ പറഞ്ഞ്? സത്യമാണ്. ഇണങ്ങി. എനിക്കറിയാവുന്നൊരു പെങ്കൊച്ച് കുറച്ച് ദിവസമായിട്ട് പിണങ്ങി നടക്കുക. ഇനിയും നോക്കി അവൾ കരഞ്ഞു വരും. കാരണം എന്നാ ചോദിച്ചാൽ അവൾ ബലം പിടിച്ച് നോക്കുക. എന്നിട്ട് അവൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാനൊന്ന് പിടിച്ച് നോക്കുകയാണെന്ന്. അറിയാം ഇതല്ല, അവനിങ്ങനെ വരുമെന്നറിയാമെന്നുള്ളൊരു ഇതാണ്. അപ്പം ഫ്ലഷാണ്. പിന്നെ ആരാ?
ശക്തിയാണ്. ഇങ്ങനെ ശക്തിയും ബലഹീനതയും കൂടെ കൂട്ടി ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. 3 കാര്യങ്ങളാണ്: ദേഹം, ദേഹി, ആത്മാവ്. ദൈവം പറഞ്ഞ് എല്ലാം കഴിക്കാം, എല്ലാം സന്തോഷിക്കാം. ആൻഡ് ദേ വർ പ്ലേസ്ഡ് ഇൻ ദാറ്റ് ഹെവൻലി ബ്ലിസ്. അതാണ് പർദീസ, പാരഡൈസ, ഏദന അവിടെ ആക്കി വെച്ചു. പക്ഷേ പിശാച് വന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞു നിങ്ങൾക്കെല്ലാം അനുഭവിക്കാം, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ വേണ്ടാന്ന്. എന്താ? തോട്ടത്തിൻ്റെ നടുക്കൊരു വൃക്ഷം നിപ്പുണ്ട്, ട്രീ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മയുടെയും തിന്മയുടെയും ഒരു വൃക്ഷഫലം നിപ്പുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. അങ്ങനെ പറയാൻ കാര്യം എന്താ? ഈ തിന്മയും നന്മയും നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കല്ല. ആർക്കാ? ദൈവത്തിന്. അപ്പം ദൈവത്തിൻ്റെ അധികാരത്തിൽ നാം കൈകടത്താതെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ദൈവം അവരോട് കൽപ്പിച്ചെങ്കിലും സാത്താൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളിത് തിന്നുമ്പോൾ നിങ്ങളുടെ എന്ത് ഉറക്കും? യുവർ ഐസ് വിൽ ബി ഓപ്പൺ ആൻഡ് യു വിൽ ബി ലൈക്ക് ഗോഡ്. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ ആകുമെന്ന് കേട്ടപ്പോൾ അവരുടെ അകത്തൊരു സന്തോഷം. ഈ പിശാചിൻ്റെ വലിയൊരു കള്ളമുണ്ട്. പിശാചിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നാന്ന് ചോദിച്ചാൽ, കള്ളം സത്യമാക്കും. കള്ളം എന്താക്കും? സത്യമാക്കും. നമ്മൾ പലതും മേടിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് കണ്ട. അങ്ങനെ മേടിച്ച പലരുടെയും ഓരോ ഫുഡൊക്കെ മേടിച്ച് വണ്ണം കുറയാൻ കഴിച്ചോടെ കിഡ്നി പോയി. എനിക്കറിയാവുന്ന ഒരാൾ ചത്തുപോയി. അവൻ വണ്ണം കുറയാൻ കഴിച്ച ഒരു മരുന്ന് അവൻ്റെ ഇമ്മ്യൂണിറ്റി തകർത്തു. കാരണം എന്നാന്ന് ചോദിച്ചാൽ, എന്ത് കണ്ട് മേടിച്ച? അഡ്വർടൈസ്മെൻറ്റാണ്. അഡ്വർടൈസ്മെൻ്റ് എല്ലാം സത്യമല്ല, പൊതുവേ ഒന്നും സത്യമല്ല. അഡ്വർടൈസ്മെൻറ്റ് പലതും സത്യമാണോ? അല്ല, ലൈവാണ് അല്ലേ? നേരോടെ നിർഭയം. ഇവർ വരും, എല്ലാം എന്താകും? ശരിയാകും. ശരിയാകട്ടെ, എല്ലാം ശരിയാകട്ടെ എൻ്റെ പൊന്നെ. എന്നാലും പറയട്ടെ, അഡ്വർടൈസ്മെൻ്റ് എല്ലാം എന്തല്ല? ശരിയല്ല. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിനകത്ത്, സാത്താൻ്റെ അഡ്വർടൈസ്മെൻറ്റിനകത്ത് ഇവരൊന്ന് വഞ്ചിക്കപ്പെട്ടു. അവർ ദൈവത്തെ പോലെ ആകുമെന്ന് വെച്ച് പറിച്ച് എന്ത് ചെയ്തു? കഴിച്ചു. പക്ഷേ അവരെന്തായി മാറി? പാപികളായിട്ട് മാറി. ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിന്നാണ്. അത് നമ്മൾ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ. അടിസ്ഥാന പ്രശ്നം എന്താ? പാപമാണ്. ആ പാപത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് പാപം. പക്ഷേ ദിസ് ഈസ് എ റിയാലിറ്റി. ഇതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. മനുഷ്യൻ ആരാണ്? പാപിയാണ്. മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ്റെ അകത്ത് എന്തിനോട് താല്പര്യമുണ്ട്? പാപത്തോട് താല്പര്യമുണ്ട്. അതെങ്ങനെ വന്നു എന്ന് നമ്മൾ കാണുന്നു. ആദ്യ മനുഷ്യൻ ത്രൂ വൺ മാൻ സിൻ ആൻഡ് ത്രൂ സിൻ ഡെത്ത് എൻറ്റേർഡ് ഇൻ ടു ദിസ് വേൾഡ്. That is what is we see in Romans chapter 5 verse 12. Through one man sin and through sin death entered. ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ചപ്പോൾ മനുഷ്യൻ പാപിയായി. പാപത്തിൻ്റെ ശമ്പളം മരണമാകും. മരണം 3. പ്രധാനമായിട്ടും മരണമെന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടത് ഡിറ്റാച്ച്മെൻറ്റാണ്. ആരിന്ന്? ദൈവത്തിൽ നിന്ന്. അതാണ് മരണം. ശരിക്കും ശാരീരിക മരണമുണ്ട്, ആത്മമരണം. ആത്മമരണമാണ് ഒന്നാമത് സംഭവിച്ചത്. കാരണം they were detached from the Lord. ദൈവത്തിൽ നിന്ന് അവരിങ്ങനെ മാറിപ്പോയി, അകന്നു പോകാൻ ഇടയായി തീർന്നു. കാരണം എന്താ? പാപം. അവർ പുറത്താക്കപ്പെട്ടു. കാലം മുമ്പോട്ട് പോകുക. പക്ഷെ ഒരു കാര്യം അവിടെ ദൈവം പറഞ്ഞു, ദൈവദേശം നഷ്ടപ്പെട്ട് അവർ പുറത്താക്കപ്പെട്ടു. കൽപ്പനാലംഘനമാണ്. അവർക്ക് കാലം മുമ്പോട്ട് പോയി. ഇപ്പം മക്കൾ ജനിച്ചു. മക്കൾ പാപഫലമാണോ? മക്കൾ പാപമാണോ? അല്ല. അതാണ് സങ്കീർത്തനം 127 പറയുന്നു, മക്കൾ ദൈവം നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലമാണ്. അപ്പം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ചിലർ ഗിഫ്റ്റ് ഓഫ് ദ ലോഡ്. പക്ഷേ അതൊരിക്കലും പാപഫലമല്ല. പക്ഷേ പാപത്തിന് ശേഷമാണ് മക്കളുണ്ടായതുകൊണ്ട് മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടാവും? പാപ സ്വഭാവം ഉണ്ടാവും. ഇത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പ്രശ്നമാണ്. മക്കൾ പാപഫലമല്ല, മക്കൾ പാപത്തിൻ്റെ ശമ്പളമല്ല. പക്ഷെ മക്കളിൽ എന്ത് സ്വഭാവം വരും? പാപ സ്വഭാവം വരും. എന്തുകൊണ്ടാണ്? പാപത്തിന് ശേഷം മക്കളുണ്ടായതുകൊണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ അകത്ത് കുടികൊള്ളുന്നൊരു പ്രശ്നമുണ്ട്. ത്രൂ വൺ മാൻ സിൻ ആൻഡ് ത്രൂ സിൻ ഡെത്ത് എൻറ്റേർഡ്. ആദ്യ മനുഷ്യനിലൂടെ പാപത്തിൻ്റെ ഫലമായ മരണം അതിങ്ങനെ തുടരുകയാണ്. ഇപ്പം ജനിക്കപ്പെടുന്ന മക്കൾ പാപഫലമല്ല. ആണോ?
അല്ല. ഒന്നുകൂടെ ചിന്തിക്കണം. മക്കളെന്തല്ല, പാപമല്ല. ഇന്ന് ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയുണ്ട്. പലരും അതിനെ അഡ്രസ്സ് ചെയ്യാറില്ല, പക്ഷേ അത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. ഒന്നാമത്തെ കാര്യം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവരുടെ ഇടയിലുള്ള ഒരു ട്രെൻഡാണ്. അതിൻ്റെ ട്രെൻഡിൻ്റെ പേരാണ് കല്യാണം വേണ്ട എന്നുള്ളൊരു ട്രെൻഡ്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ജനറേഷനിലെ നമ്മൾ എന്നോ സന്തോഷമാണെന്നറിയാം, ചിലരൊക്കെ കൊച്ചെന്തിന് സമ്മതിച്ചു, കല്യാണത്തിന് സമ്മതിച്ചു. കാരണം പലർക്കും കല്യാണമേ വേണ്ട. ഇനി കല്യാണം വേണ്ടെന്ന് പറയുന്നവർ ലേറ്റായിട്ട് കല്യാണം കഴിക്കും. ലേറ്റായിട്ട് കല്യാണം കഴിച്ചാൽ എന്തുണ്ടാകാൻ കുഴപ്പമാണ്? മക്കളുണ്ടാകാൻ കഴിക്കും. തെളിവ് സംഗീതനം 127. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അപ്പോൾ യൗവനത്തിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ വാർദ്ധക്യത്തിലാണോ മക്കളുണ്ടാകണ്ടേ? അപ്പം നോക്കണം, മക്കൾ ജനിക്കണമെങ്കിൽ എന്ത് നടക്കണം? വിവാഹം നടക്കണം. വിവാഹം നടന്നാലും ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് മക്കൾ വേണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇന്ന് ഭയങ്കര ട്രെൻഡാണത്. ഡിങ്കെന്നൊക്കെ പറഞ്ഞ ട്രെൻഡ് ഇപ്പം നാട്ടിൽ പോലും ഞാൻ ഒത്തിരി പിള്ളേരെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നു. കല്യാണം കഴിക്കാം, പക്ഷേ വിത്ത് കണ്ടീഷൻ, കൊച്ചുങ്ങൾ വേണമെന്ന് പറയരുത്. ഇനി പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ വേണമെന്ന് നിർബന്ധിക്കരുത്. അങ്ങനെയുള്ള ചെറുക്കനെ കണ്ടുപിടിക്കണം. പക്ഷേ അവിടെ എല്ലാം പ്രശ്നമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, വേദോസം പറയുന്നത് മകനെന്നാണോ മക്കളെന്നാണോ? മക്കൾ ആര് തരുന്ന ദാനമാണ്? ദൈവം തരുന്ന ദാനം. പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ്, ആഗോള വ്യാപകമായ ട്രെൻഡ്, മക്കൾ വേണ്ട, രണ്ടു പേർക്കും നല്ല ശമ്പളം, അടിച്ചു പൊളിക്കുക, വീക്കെൻഡും പിന്നെ വെക്കേഷനുമെല്ലാം പാരീസിൽ, ഊട്ടിയിൽ, കൊടൈക്കനാൽ പോവുക, ലോകം കാണുക, ഇങ്ങനെ കാണുക, അതെല്ലാം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, പിന്നെ ഇങ്ങനെ അങ്ങ് കറങ്ങുക. ഞങ്ങളുടെ റാന്നി മൂന്നാറിന് പോകുന്ന വഴിയാണ്. ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കാൻ ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. കൊച്ചു പെൺപിള്ളേർ ബുള്ളറ്റിലാണ് പോകുന്നേ. അതിൻ്റെ പേര് സോളോ ട്രിപ്പാണ്. പോവുക മൂന്നാറൊക്കെ കയറി. ഇതിൻ്റെ വല്ല വണ്ടി ഇടിച്ചാൽ എന്തോ ചെയ്യും? ഒറ്റയ്ക്കിൻ്റെ ടയർ പഞ്ചറായ എന്തോ ചെയ്യും? അങ്ങ് പോവുക. ഒരാൾ പറഞ്ഞ് ഇപ്പോൾ അതങ്ങ് ട്രെൻഡാകുക. അപ്പോൾ ട്രിപ്പാണോ ജീവിതം? അല്ല. പക്ഷേ ട്രിപ്പ് മതിയും ജീവിതം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ മക്കളില്ലാതെ വരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞ്, എനിക്ക് കല്യാണം കഴിച്ചാൽ ഒന്നേ മതി, അങ്ങനെയുള്ളവനെ തരണം. ഞാൻ ചോദിച്ചു, നീ എത്രാമത്തെയാണ്? ഞാൻ മൂന്നാമത്തെയാണ്. നിൻ്റെ അമ്മ പറഞ്ഞു ഒന്ന് മതിയെന്ന് പറഞ്ഞായിരുന്നേ നീ കാണുമായിരുന്നോ? ഇല്ല. രണ്ടാമത്തെ മക്കളൊന്ന് കൈപൊക്കിക്കേ. രണ്ടാമത്തെ മക്കളായിട്ട് ജനിച്ചവരൊന്ന് കൈപൊക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. താത്തിട്ടു. മൂന്നാമത്തെ മക്കളായി ജനിച്ചവർ ദൈവം അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ മക്കളായി ജനിച്ചവർ 1, 2, അഞ്ചാമത്തെ മക്കളായി ജനിച്ചവർ ഇല്ല. സിംഗപ്പൂരി 5, പാസ്റ്റർ 5, അഞ്ചാമത്തെ, 6 ഉണ്ട്. കാണാം എല്ലാവരും. 6, 3, 7 ഉണ്ടോ? ഉണ്ട്. കണ്ടോ? 7, 8, 9 ഇല്ല. ഞാൻ കേരളത്തിൽ 14 വരെ കണ്ടു. 14 വരെ കണ്ടു. അപ്പോൾ അവരെയൊക്കെ ഞാൻ കണ്ടപ്പോൾ സ്തോത്രം ചെയ്തു. അവരെ അല്ല ഓർത്തല്ല, അവരുടെ ഫാദറിനെ, അമ്മയോർത്ത്, അവരുടെ അമ്മയോർത്ത് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്യണ്ടേ? കാരണം 14 മക്കളെയൊക്കെ ദൈവം ഈ ഭൂമിക്ക് കൊടുത്തില്ലേ? അവരെന്ത് കഷ്ടപ്പെട്ട് കാണും, എന്ത് വേദന അനുഭവിച്ച് കാണും. ഞാൻ എൻ്റെ വിഷയം വിട്ടു. കാരണം ഇതെന്നോട് പറയണമെന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ദൂതായതുകൊണ്ടാണ്. അതുകൊണ്ട് ആരെ സ്വീകരിക്കാൻ ക്രൈസ്തവർ തയ്യാറാകണം? മക്കളെ സ്വീകരിക്കാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചു. ഒത്തിരി പാടാണ് ഈ മക്കളെ വളർത്താൻ, അല്ലേ? ജനിക്കാനും വളർത്താനും ഒക്കെ വലിയ പാടാണ്. പക്ഷെ ജനിച്ച ഒരു കുഞ്ഞ് അങ്ങ് 1 മാസം കഴിഞ്ഞപ്പം മരിച്ചുപോയി. ദുഃഖകരമാണ്. പക്ഷെ മരിച്ച കുഞ്ഞ് 1 മാസം കഴിഞ്ഞ് പോയ മരിച്ച കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണും. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ. കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? സംശയിക്കേണ്ട. കുഞ്ഞെവിടെ കാണും? സ്വർഗത്തിൽ കാണും. കാരണം സ്വർഗരാജ്യം ആരുടേതാ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകണം. നമ്മളിവിടെ വലിയ കാര്യമാണ് പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പം താണ്ടിരിക്കുന്നു. നിഷ്കളങ്കരായ മക്കൾ. അവരിതൊന്നും അറിയുന്നേ ഇല്ല. ദേ ആർ നോട്ട് ഇൻ ദിസ് വേൾഡ്. അവരുടെ കുറ്റമല്ല. അവരാരാ? കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ആരെപ്പോലെ ആകണം? ശിശുക്കളെ പോലെ ആകണം. പക്ഷേ ജനിക്കാതെ പോകുന്നൊരു കുഞ്ഞ് സ്വർഗത്തിൽ പോകുമോ? ഒരു കുഞ്ഞ് ജനിച്ചില്ല, നമ്മൾ പറഞ്ഞ് മക്കൾ വേണ്ടാന്ന്, ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്കൊരു കുഞ്ഞിന് വരികയല്ല.
നിത്യതയ്ക്ക് ഒരു അവകാശം ഉണ്ടാക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരമ്മ ചെയ്യുന്ന പുണ്യം ആ കുഞ്ഞിനെ എവിടേക്ക് കൊടുക്കുക? സ്വർഗത്തിലേക്ക് കൊടുക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാകുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. കുഞ്ഞ് ചിലപ്പം ബുദ്ധിമുട്ടുള്ള കുഞ്ഞായിരിക്കാം, അംഗവൈകല്യം കാണാം, വലിയ മിടുക്കരോ IAS-കാരോ IPS ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ സ്വർഗത്തിലെത്തിക്കാൻ ഒത്തിയോ രക്ഷപ്പെട്ടു. നമ്മുടെ ജോലി അതൊക്കെ ഉള്ളൂ. എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. കർത്താവിനെ സ്തുതിച്ചേ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ജോഷുവ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവന് ഷേപ്പില്ല, രൂപമില്ലായിരുന്നു. അത്ഭുതകരമായ ഒരു ഓപ്പറേഷൻ നടന്നു. അമേരിക്കയിൽ കൊണ്ടുപോയി അവനൊരു ഷേപ്പ് കിട്ടി. പക്ഷേ അവന് സംസാരിക്കാൻ പാടാ. എൻ്റെ പൊന്നെ, ആ കൊച്ചൻ പാടുന്നൊരു പാട്ട്, എനിക്കൊരു ഉത്തമ ഗീതം. അത് സദസ്സ് മുഴുവൻ കരഞ്ഞു. അവൻ്റെ ശബ്ദം കൊണ്ടല്ല, ശബ്ദത്തിനകത്തൊരു മാധുര്യം, ഒരു അഭിഷേകമുണ്ട്. പക്ഷേ അവന് ഷേപ്പില്ലാത്ത ജനിച്ച് അവന് അംഗവൈകല്യങ്ങളുള്ള കുഞ്ഞ, ഫുള്ളി MR ആയിട്ടുള്ളൊരു കുഞ്ഞ. പക്ഷേ അവൻ പാടുന്ന പാട്ടിനകത്ത് ദൈവത്തിൻ്റെ ഒരു കൃപ വ്യാപരിക്കുക. ആ കുഞ്ഞ് എവിടെ ചെല്ലും? സ്വർഗത്തിൽ ചെല്ലും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം സ്വർഗത്തിന് വേണ്ടി ഭൂമിക്ക്, സമൂഹത്തിന് അല്ല, ദൈവരാജ്യത്തിന് സമ്മാനിക്കാനൊക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് മക്കളെന്നുള്ള തിരിച്ചറിവ്. ഇത് ക്രൈസ്തവരറിയണം. അറിഞ്ഞേ ഒക്കത്തുള്ളൂ. വിശ്വാസ സമൂഹം അറിയണം. ഇല്ലെങ്കിൽ അധികം താമസിയാതെ ഈ സമൂഹം ഇല്ലാതാകും. കാരണം മക്കൾ വേണ്ടെന്ന് പറയുന്നു. മക്കൾ ജനിച്ച പലരും വിവാഹം കഴിക്കുന്നില്ല. വിവാഹം കഴിക്കാതെ തന്നെ പല മതങ്ങളിലേക്ക് വഴുതിപ്പോകുന്നു. കേരളത്തിൻ്റെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. മറ്റുള്ളിടത്ത് എനിക്ക് അത്രയും അറിയില്ല. ഞാനതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടറിയാം. പ്രണയ മതക്കുരുക്കുകളിലൊക്കെ പെട്ട് പോവുകയാണ്. അവരുടെ ഡ്രസ്സ് മാറുന്നു, ഭാഷ മാറുന്നു, രൂപം മാറുന്നു, പേര് മാറുന്നു. എൻ്റെ പൊന്നെ, അങ്ങനെ പോകുമ്പോൾ വാട്ട് വിൽ ബി നെക്സ്റ്റ്? ഇവിടെയാണ് ക്രൈസ്തവ കുടുംബങ്ങൾ അറിയേണ്ടത്. മക്കൾ ആര് തരുന്ന ദാനമാണ്? ദൈവം തരുന്ന ദാനം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുങ്ങൾ എന്തല്ല പാപഫലം അല്ല. പക്ഷേ കുഞ്ഞുങ്ങൾ ആരുടെ ദാനമാണ്? ദൈവത്തിൻ്റെ ദാനം. പക്ഷേ ഈ മക്കൾക്കൊരു പ്രശ്നമുണ്ട്. മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടാകും? പാപ സ്വഭാവം. എന്താ പാപം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളാണ്. സിൻ ഓഫ് ഒമിഷൻ ആൻഡ് സിൻ ഓഫ് കമ്മീഷൻ. ചെയ്യരുതാത്തത് ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും. രണ്ടും പാപമാണ്. ചെയ്യരുതാത്തത് സിൻ ഓഫ് ഒമിഷൻസ് മാത്രമല്ല, സിൻ ഓഫ് കമ്മീഷൻ. രണ്ടും പാപമാണ്. ചെയ്യേണ്ടത് ചെയ്യത്തില്ല, ചെയ്യരുതാത്തത് ചെയ്യും. ഞാനൊരു സുവിശേഷകൻ. വേദോസം പറയുന്നു, എൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. കർത്താവിൻ്റെ വേല ഞാൻ ഉദാസീനതയോടെ ഉഴപ്പി ചെയ്ത ഞാൻ ആരാകും? ശപിക്കപ്പെട്ടവനാകും. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, ഈ പാപ സ്വഭാവം മക്കൾക്കുണ്ടായി. ഇനി എന്താ വഴി? രക്ഷിക്കണ്ടേ? പാപം ചെയ്യാതിരിക്കണം. അതാണ് റോമാലേഖനം 5-ാം അധ്യായം. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആ ഒരു ഭാഗം കണ്ടത്. പക്ഷേ 5-ാം അധ്യായത്തിൻ്റെ മുമ്പോട്ടുള്ള ഭാഷയിൽ നമ്മൾ കാണുന്നുണ്ട്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. 14-ാം വാക്യം, എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശം വരെ. അപ്പം വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായിരുന്നു ആദമെന്ന് കാണുകയാണ്, അല്ലേ? ആദം വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായിരുന്നു. ആരാണ് വരുവാനുള്ളവൻ? യേശുവാണ്. യേശു കർത്താവിനെ പോലെ മനുഷ്യനെ ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആ വരുവാനുള്ളവൻ്റെ ഇമേജ് ഉണ്ടായിരുന്ന പ്രതിരൂപമായിരുന്ന ആദം പാപം ചെയ്യുക വഴി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ എന്ന് വരെ വാണു, മോശ വരെ വാണു. അപ്പം മോശയുടെ ഒരു കാലഘട്ടം പറയുകയാണ്, മോസസ് ടൈം. മോശയുടെ സമയത്താണ് ദൈവം മനുഷ്യന് എന്ത് കൊടുത്തു? നിയമം കൊടുത്തു, അല്ലേ? ഗോഡ് ഗേവ് ദം ലോ ത്രൂ മോസസ്. മോശയിലൂടെയാണ് അത് കൊടുക്കുക. മോശയിലൂടെ ദൈവം ഭൂമിക്ക് എന്ത് കൊടുത്തു? നിയമം കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു. നിയമം, ന്യായപ്രമാണം, അതിൻ്റെ ഒത്തിരി നൂലാമല സിമ്പിളായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം മനുഷ്യന് നിയമം കൊടുത്തു. നിയമം ദൈവത്തിൻ്റെ നിയമം എന്താ? 10 കൽപ്പനകൾ കാണുന്നുണ്ട്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, അല്ലേ? നിൻ്റെ അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നിഷ്കർഷകളാണ്. പിന്നെ അതിൻ്റെ ഉപകൽപ്പനകൾ കാണുന്നുണ്ട്. അതിൻ്റെ സബ് കമാൻഡ്മെൻറ്റ്സ് കാണുന്നുണ്ട്. അങ്ങനെ ദൈവം നിയമം കൊടുത്തു. നിയമം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? നിയമം ഒരിക്കലും എന്ത് ചെയ്യരുത്? ലംഘിക്കരുത്. നിയമം ലംഘിച്ചാൽ
നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും അല്ലേ? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് ചിലടത്ത് എഴുതി വെക്കും. അതിക്രമിച്ച് കയറിയാൽ എന്തോ കിട്ടും? ശിക്ഷ കിട്ടും. നമ്മൾ പല കാര്യങ്ങളും ചെയ്യാത്തത് എന്ത് പേടിച്ചാ? ശിക്ഷയാണ്. വൺ വേ തെറ്റിക്കല്ലേ, ഓവർ സ്പീഡ്, ഓവർടേക്കിംഗ് അനുവദിക്കാത്തിടത്ത് റോഡ് നിയമങ്ങൾ പാലിക്കണം. എന്തിനാ? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. നിയമം വെച്ചത് എന്തിനാ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓർ സോൾ ഓഫ് ദ ലോ? നിയമത്തിൻ്റെ പർപ്പസ് എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലോ? പറഞ്ഞ മക്കളെ, പർപ്പസ് ഓഫ് ദ ലോ ഈസ് ടു പണിഷ് us ഓർ ടു സേവ് us? ടു സേവ് us. റോഡ് നിയമങ്ങൾ നമ്മളെ പണിഷ് ചെയ്യാനാണോ, നമ്മളെ രക്ഷിക്കാനാണോ? രക്ഷിക്കാനാണ്. പക്ഷേ രക്ഷാകാരണമായ നിയമം അനുസരിച്ചില്ലെങ്കിൽ എന്തിന് കാരണമാകും? ശിക്ഷയ്ക്ക് കാരണമാകും. ആകുമോ? ആകും. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നിയമം കേരളത്തിലും ശക്തമായി. ഇപ്പം ഭയങ്കര ശക്തമാണ്. AI ക്യാമറ എല്ലാം വെച്ചു. പേടിയാ. എന്തിടണം? സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെന്തോ വെക്കണം? ബൈക്കിൽ പോയാൽ ഹെൽമെറ്റ് വെക്കണം. എന്തിനാണ് ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നേ? ബൈക്കിൽ പോകുമ്പോൾ എന്തിനാണ് ഹെൽമെറ്റ് വെക്കുന്നേ? എന്തോ പാടാ ഇത് വെക്കാൻ. എന്തിനാണ് വെക്കുന്നേ? നമ്മൾ ആക്സിഡൻ്റ് ഉണ്ടായാൽ എന്തിന് കേട് വരരുത്? തലയ്ക്ക് കേട് വരരുത്. കാരണം നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്ന എന്താ? തലയാണ് അല്ലേ? തലയാണ്. അതുകൊണ്ടാണ് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൈയും തലയും പുറത്തിടരുത്. മല്ലപ്പള്ളിയില്ല, അച്ഛനും പള്ളിക്ക് രാവിലെ യോഗത്തിന് പോകുമ്പോൾ, ശുശ്രൂഷയ്ക്ക് പോകുമ്പം ബസ് സ്റ്റാൻഡ് നിർത്തിയപ്പോൾ ഒരാൾ കൈ നീട്ടി, ഭിക്ഷക്കാരൻ വല്ലതും തരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തരണമെന്നുണ്ട്, നിയമം പാലിക്കണം. കൈയും തലയും എന്ത് ചെയ്യരുത്? പുറത്തിടാൻ പാടില്ല. കൈയും തലയും പുറത്തിടരുത്. അതുകൊണ്ട് ഞാൻ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. പോട്ടെ. നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. അതുകൊണ്ടാണ് നിയമം കൊടുത്തു. നിയമം തെറ്റാണോ? നിയമം തെറ്റാണോ? അല്ല. നിയമം നന്മയ്ക്കാണോ? ആണ്. പക്ഷെ ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ അകത്ത് എന്തോ കിടക്കുക? പാപം. ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? ചെയ്യും. ചില കൊച്ചുങ്ങളുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇങ്ങോട്ട് വരണേ എന്തോ പറയണം? ഇങ്ങോട്ട് വരണമെങ്കിൽ എങ്ങോട്ട് പോകാൻ പറയണം? അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ എങ്ങോട്ടേ വരത്തുള്ളൂ? ഇങ്ങോട്ടേ വരത്തുള്ളൂ. കേട്ടിട്ടുണ്ട്. തമാശക്കൊക്കെ ആണെങ്കിലും ഇതെല്ലാം സത്യമാണ്. അപ്പം നിയമം ലംഘിക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്തിനാ നിയമം? നമ്മളെ രക്ഷിക്കാനാ. ദൈവം ഒത്തിരി നിയമം വെച്ചിട്ടുണ്ട്. സിമ്പിൾ നിയമങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പ്രകൃതിക്ക് പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ നീ എന്ത് കഴിക്കാവൂ? ആഹാരം കഴിക്കാവൂ. അർത്ഥം കഴിക്കണമെങ്കിൽ, ബ്രെഡ് ഫോർ ലേബർ എന്നാണ് ഗാന്ധിജി പറഞ്ഞു. കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുഖത്തെ വേർപ്പോടെ നീ എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കണം. കഴിക്കണേ എന്ത് ചെയ്തിരിക്കണം? വേർത്തിരിക്കണം. വേർക്കാത്തവൻ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. അതതിൻ്റെ സിമ്പിൾ കാര്യം. വേർത്തില്ല എന്ത് ചെയ്യരുത്? വേർത്തിട്ടാ മനുഷ്യൻ കഴിച്ചേ ആണോ? രാവിലെ എഴുന്നേറ്റു. തനിനാട് നമ്മളൊരു ഇങ്ങോട്ടൊക്കെ വന്നവരല്ലേ? രാവിലെ എഴുന്നേൽക്കുന്ന അമ്മ ചാരം വാരി അടുപ്പിൽ എന്ത് വെച്ചു? കാപ്പിക്ക് വെള്ളം വെച്ചു. എന്നിട്ട് ചൂലും എടുത്തുകൊണ്ട് എങ്ങോട്ടിറങ്ങി? മുറ്റത്തിറങ്ങി. നല്ല അമ്മച്ചിമാരും അമ്മായിമ്മമാരുണ്ടെങ്കിൽ മരുമോൾക്ക് കൊടുക്കുന്ന ചൂലിൻ്റെ നീളം കുറവായിരിക്കും. അത് സ്നേഹം കൊണ്ടാണെന്നില്ലെന്ന് തോന്നും. സ്നേഹം കൊണ്ടാണ്. കുനിഞ്ഞ് തൂത്താൽ ഒരിക്കലും എന്ത് ചാടത്തില്ല. അതിനാണ് അവൾ നാട്ടിൻപുറത്തെ വിറ്റിട്ട് ഫ്ലാറ്റിൽ പോയത്. എന്തോ തൂക്കണ്ട? മിറ്റം തൂക്കാതിരിക്കാൻ. ഇവിടുത്തെ കാര്യമല്ല. റാന്നിക്കാരത്തി എറണാകുളത്ത് പോയി ഫ്ലാറ്റിൽ താമസിക്കുന്ന എന്ത് തൂക്കാതിരിക്കാനാ? മറ്റേ അപ്പുറത്തെ ഇപ്പുറത്തെ മാവും റബ്ബറിൻ്റെ കാറ്റൂടെ പോകുന്ന സമയമായ മിറ്റം 2-3 പ്രാവശ്യം എന്ത് ചെയ്യണം? തൂക്കണം. ഇല്ലേ കാട് പിടിച്ച് കിടക്കും. ശരിയല്ലേ? അപ്പം രാവിലെ തൂത്ത് കഴിയുമ്പോഴത്തേന് എന്തോ ചെയ്തു? വേർത്തു. അപ്പം പിന്നെ കഴിക്കാറായി. വേർത്തിട്ടാണ് എന്ത് ചെയ്തേ? കഴിച്ചു. കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോഴെല്ലാവരും ചെയ്യുന്ന എന്നാണെന്നറിയാം? ലെസ് കാർബോ മോർ പ്രോട്ടീൻ. കിഡ്നി അടിച്ച് പോവും. ഉള്ള പ്രോട്ടീൻ മാത്രം കഴിച്ച്. ലെസ് കാർബോ. പക്ഷേ അച്ചായന്മാർ 4 അരിയുടെ 1 കിലോ അരിയുടെ ചോറുണ്ണും, 2 കിലോ കപ്പയും തിന്നും. കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല. എന്ത് ചെയ്തിട്ടാ? വേർത്തിട്ട. നമ്മളോ വേർക്കാതെ കഴിച്ചു. ശിക്ഷ കിട്ടി. എന്തൊക്കെ ശിക്ഷ കിട്ടി? പറഞ്ഞോ? ശിക്ഷയാ. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഇനി എന്തോ ഉണ്ടോ? ട്രൈഗ്ലിസൈഡ്, LDL മേളിൽ എത്ര. അപ്പം ഈ ശിക്ഷ കിട്ടാൻ കാര്യം എന്ത് ലംഘിച്ചതാ? പ്രകൃതിയുടെ ഒരു നിയമം ലംഘിച്ചു. വേഗത്തെ വേർപ്പോട് എന്ത് ചെയ്യണം?
കഴിക്കണം. അപ്പോൾ എന്താ ഡോക്ടർ എടുത്ത് ചെന്നു. ഡോക്ടർ എന്താ പറഞ്ഞു? മെറ്റ്ഫോമിൻ 500 രാവിലെയും വൈകിട്ട് ഓരോന്ന് തുടങ്ങി നോക്കാം. തീരത്തില്ല, കൂട്ടാതിരിക്കണമെങ്കിൽ രാവിലെ 45 മിനിറ്റ് എന്ത് ചെയ്യണം? കൈ വീശി നടക്കണം. നടക്കാൻ ഇവിടെയൊക്കെ എന്താണ്ട് ഫുട്പാത്തൊക്കെ ഉണ്ട്. അതില്ലാത്ത റാന്നി കൂടെ നടന്നാൽ വണ്ടി ഇടിച്ച് കത്തു. അപ്പം നമ്മൾ ചിന്തിക്കും, നടന്നില്ലെങ്കിൽ ഒരു 60 വയസ്സ് വരെ വണ്ടി ഓടും. നടന്നാൽ 40 നടന്നവനെ വണ്ടി ഇടിച്ചപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. കാരണം അവൻ 40 നടന്ന് എന്ന് ജീവിക്കാനാ, 60 ജീവിക്കാനാ. അവൻ നടന്നില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടത്തില്ല. എന്നാലും വേർക്കാതെ കഴിച്ചപ്പോൾ എന്തോ കിട്ടി? ശിക്ഷ കിട്ടി. ശിക്ഷ കിട്ടിയോ? കിട്ടി. കുടിച്ചാൽ കരൾ പോവും. ശിക്ഷയാണോ? എന്തുകൊണ്ടാണ് കരൾ പോകുമെന്ന് പറഞ്ഞ്, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിച്ചാൽ എന്തോ കിട്ടും? ശിക്ഷ കിട്ടും. അപ്പോൾ ഏത് തെറ്റിനും എന്തോ ഉണ്ട്? ശിക്ഷയുണ്ട്. ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും മനുഷ്യൻ എന്ത് ചെയ്തു? തെറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യൻ്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ട്? പാപം. ഞാൻ തമാശ പറയല്ലെന്ന് ഓർത്തണം, കാര്യമായിട്ട് പറയുക. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. കല്യാണത്തിന് ചെല്ലുമ്പോൾ രണ്ടാമതൊരു ഐസ്ക്രീം കൂടി എടുത്ത് കഴിച്ചെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന അച്ചാനാ. കാരണം വീട്ടിൽ കൊടുക്കത്തില്ല. പിന്നെ ഇവിടെ പോകുമ്പോഴാ ഇപ്പോൾ ഒരു വലിയ ട്രെൻഡാണ്. ഞങ്ങൾ വീട്ടിൽ വളരെ ഡയറ്റാണ്. വല്ല കല്യാണത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. പക്ഷേ ഒറ്റ കല്യാണം എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. എന്നും കല്യാണമല്ലേ. അപ്പോൾ ഇതെല്ലാം സത്യമാണ്. ഈ പോര പീസ് മട്ടൻ്റെ പീസ് മാത്രം മേടിക്കുന്നവർക്ക് കൊളസ്ട്രോൾ 500 ആയിരിക്കും. കാരണം എന്നാ ചോദിച്ചാൽ അകത്തെന്തോ കിടക്കുക? പാപം. തെറ്റ് ചെയ്യാൻ നമുക്ക് വിലക്കപ്പെട്ടത് കഴിക്കാൻ. അപ്പോൾ അതിനോടൊരു ക്രേവിങ് വരും. സത്യമല്ലേ? അതിനോട് എന്തോ ഉണ്ടാകും? ഒരു ക്രേവിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ദൈവത്തിൻ്റെ ഒത്തിരി നിയമങ്ങളാണ്. ഈ നിയമം അപ്പോൾ ഒരാൾ പറഞ്ഞ് എനിക്ക് നിയമം അറിയത്തില്ലെന്ന് പറഞ്ഞു. നിയമം അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം അറിയാത്തവൻ്റെ അകത്തും ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരെന്താ? ആ നിയമത്തിൻ്റെ പേര് കോൺഷ്യൻസസ്. മനസാക്ഷി ഉണ്ടോ? ഉണ്ട്. ഈ പെന്തക്കോസ്ത് സമൂഹം, നമ്മുടെ സമൂഹം കുറേ കാര്യങ്ങളിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനും സത്യം. ഇപ്പോഴും മാറ്റമില്ല, നോക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ലഹരി അനുവദിക്കത്തില്ല. മദ്യപാനം, സിഗരറ്റ് വലി നമ്മൾ അനുവദിക്കുമോ? ഇല്ല. അങ്ങനെയുള്ളവരോട് കർശനമായിട്ട് പറയും, അങ്ങനെയുള്ളവർ എന്തെടുക്കരുത്? തിരുമേശ എടുക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണ്? വിശുദ്ധിയുടെ ഒരു പ്രമാണമാണ്. അത് നമ്മുടെ ഒരു നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ വരുന്ന പലരുടെയും സാക്ഷ്യം, ഞങ്ങൾ മദ്യപാനികളായിരുന്നു, കുടിച്ച് തകർന്നപ്പോഴാണ് ദൈവം രക്ഷിച്ചേ. നിരന്തരം വലിക്കാതായിരുന്നു. എന്നാലും വലി നിർത്തിയവരാ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിർത്തിയോ? നിർത്തി. ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു, 4 പാക്കറ്റൊക്കെ വലിക്കുമായിരുന്നു. ഇപ്പം ഇല്ല. കുറേ ചോദിച്ചപ്പം പറഞ്ഞു, സത്യമായിട്ട് നിർത്തിയും ചോദിച്ചപ്പം പറഞ്ഞു. പക്ഷെ നിർത്തിയും ചോദിച്ചാൽ രാവിലെ റെസ്റ്റ് റൂമിൽ പോകും, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു ശക്കലം വലിക്കും. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഒരു 2 പുക 3 പുക മാത്രം അവിടെ പോകുമ്പോൾ. എന്തിനാ ഈ അവിടെ പോകുമ്പോൾ വലിക്കുന്നേ? ഒരു കാര്യമാണ്. ആദ്യം വലിച്ചപ്പോൾ ആരും കാണാതെ എവിടെ ഇരുന്നാണ് വലിച്ചേ? അവിടെ പോയിരുന്നാണ് വലിച്ചത്. അന്നേരം ആദ്യം കണ്ട അമ്മ കാണല്ലെന്ന് പറഞ്ഞു കൊടുത്ത ആരാ? എടാ ഇത് അമ്മ കണ്ട മോശമാണെന്ന് അവനോട് പറഞ്ഞു കൊടുത്തത് ആരാ? മനസാക്ഷി. മനസാക്ഷി ഉണ്ടോ? പക്ഷേ മനസാക്ഷിക്കൊരു പ്രശ്നമുണ്ട്. പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷിയെ നിർജീവമാക്കും. മനസാക്ഷിക്കൊരു ശബ്ദമുണ്ട്. അത് നമ്മൾ പറയും, ഡോട്ടോ, ഇത് മോശ, ചെയ്യരുത്, തെറ്റാണ്. പല പാപങ്ങളുടെ ആവർത്തനം ഈ മനസാക്ഷി അന്ന് എങ്ങാവും? നിർജീവമാവും. മനസാക്ഷി നിർജീവം. ആദ്യമൊക്കെ കത്രമേശ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കരഞ്ഞു കൂവിയായിരിക്കും എടുക്കുന്നത്. പിന്നെ താണ്ട് എന്തോ വേണമെങ്കിലും ചെയ്തിട്ട് വന്ന് എടുക്കുന്ന ഒരു ഇത് പറയും. എന്താ കാര്യം? ഒന്ന് സോറി പറഞ്ഞാൽ മതി. ആരോട്? ദൈവത്തോട്. പോരാ. എന്താ കാര്യം എന്നറിയാമോ? പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷി എന്താക്കും? നിർജീവമാക്കും. ഇത് ഈ ദൈവകോപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേറെ പ്രശ്നമുണ്ട്. എന്നാ ചോദിച്ചാൽ ഏത് കോടതിക്കും ശിക്ഷ മരണം വരെ ഉള്ളൂ. ഒരാളെ വിധിച്ചു, വല്ലാത്ത കൊലപാതകം അല്ല, തെറ്റാ, 40 വർഷം 30 വർഷത്തെ തടവിന് വിധിച്ചു. 15 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. 15 വർഷം കൂടെ ബോഡി മോർച്ചറിയിൽ ജയിലിൽ വെക്കുമോ? ഇല്ല. മരിച്ചു. എന്തോ തീർന്നു? ശിക്ഷ തീർന്നു മാത്രമല്ല, പിന്നത് മൃതദേഹമാണ്. ഡെഡ് ബോഡീസ് മസ്റ്റ് ബി ഓണേഡ്. അത് ഓണർ ചെയ്യപ്പെടേണ്ടതാണ്. അതിനോട് പിന്നെ മരിച്ച ശിക്ഷ തീർന്നു. പക്ഷേ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ദൈവകോടതിയുടെ പ്രശ്നം
മരിച്ചാലും പൊക്കിയെടുക്കും. എന്നിട്ട് കൊണ്ട് എവിടെ നിർത്തും? നിർത്തും. ചമ്മി വരുന്നത്. ഇപ്പം ലോകം കാണാൻ പോകുന്ന ഏറ്റവും കൂട്ടച്ചമ്മലുണ്ടാകുന്ന എന്നാ? അന്ന് ഈ കർത്താവിൻ്റെ വരവെങ്കിൽ വിടപ്പെട്ടിട്ട് അന്ത്യവിധിയുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് മുമ്പിൽ പോയി നിൽക്കേണ്ട വന്നാൽ ചമ്മി നാറും. എന്നറിയാമോ? ഈ രക്ഷിക്കപ്പെട്ട അച്ചായനും അവർ വിധിയുടെ കൂടത്തിൽ കാണും. രക്ഷിക്കപ്പെടാത്ത അമ്മമ്മ അവിടെ കാണും. അല്ല തിരിച്ച് രക്ഷിക്കപ്പെടാത്ത അച്ചായൻ അവിടെ കാണും. ഈ അച്ചായൻ്റെ സകല രഹസ്യവും സ്ക്രീനിൽ കാണും. അന്നേരം അത് പിള്ളേർ കാണും, കൊച്ചുമക്കൾ കാണും. വല്യപ്പൻ്റെ അയ്യോ സകലത് ഇങ്ങനെ വിളിച്ച് വരും. എന്നെ നാണക്കേടാ. അന്നാണ് എല്ലാവരും എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ചമ്മൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒറിജിനൽ ചമ്മൽ നടക്കുന്ന അന്നാ. എല്ലാവരും ചമ്മും. കാരണം സകല രഹസ്യം ഇങ്ങനെ എന്തു ചെയ്യും? വെളിപ്പെട്ട്. ഇപ്പം ദൈവം കവർ ചെയ്യും. ദൈവം അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ദൈവമല്ല. ദൈവം എക്സ്പോസ് ചെയ്യുന്ന ദൈവമല്ല. ആണോ? അല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് സത്യമാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിലും എൻ്റെ ശുശ്രൂഷ അനുഭവത്തിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒറ്റ മനുഷ്യനെയും ദൈവം ആദ്യത്തെ പ്രാവശ്യം എക്സ്പോസ് ചെയ്യത്തില്ല. ഒരു പാവം ഇതുപോലെ പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ചെന്ന് കുരുങ്ങിയവരെ ഒറ്റ ഒരുത്തരും ഫസ്റ്റ് ടൈമിലല്ല എക്സ്പോസ്ഡ് ആയേക്കുന്നത്. കാരണം ദൈവം ഭയങ്കര ഗോഡ് ഓഫ് ഗ്രേസാണ്. ഒരു ചാൻസ് കൊടുത്ത്, 2 ചാൻസ് കൊടുത്ത്, 3 ചാൻസ് കൊടുത്ത് ആ പ്രാവശ്യം എല്ലാം അവനോട് പറഞ്ഞ് അടിമേടിക്കുമേ എങ്ങനെങ്കിലുമൊക്കെ ഇത് അറിയിക്കും. പിന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യപ്പെടും? എക്സ്പോസ്ഡ് ആവും. അതിന് മലയാളത്തിൽ നമ്മുടെ ഇപ്പം ആത്മീയരുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു ഭാഷയുണ്ട്, പരസ്യഹോലമാക്കും. ആ ഭാഷയൊക്കെ സാധാരണ പുറത്ത് പറയാത്തൊരു നമ്മുടെ ഒരു പ്രസംഗ ഭാഷയാണ്, സഭയ്ക്കകത്ത് പറയുന്നൊരു ഭാഷയാണ്. പരസ്യകോലമാകും. ഈ പരസ്യകോലമാകുന്ന ഒന്നും ഒറ്റയടിക്കാണോ? അല്ല, പാപങ്ങളുടെ ആവർത്തന. അപ്പോൾ നോക്കൂ, നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു പാപം എവിടെ ഇരിക്കും? അവയവത്തിരിക്കും. അതെന്തോ ചെയ്യിപ്പിച്ചു? പാപം ചെയ്യിപ്പിച്ചു. നിത്യശിക്ഷാവധിക്ക് അർഹരായി തീർന്നു. സത്യമല്ലേ? കാരണം തെറ്റ് ചെയ്യരുതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? തെറ്റ് ചെയ്യിച്ചു. എങ്ങനെ തെറ്റ് ചെയ്തെന്നറിയാമോ? പാപം വന്നത് ആദത്തിലൂടെ. അതിങ്ങനെ തലമുറ കൈമാറി അണയാതെ നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. കൊച്ചിങ്ങനെ വിറയ്ക്കുക, ദേഷ്യപ്പെട്ട വിറയ്ക്കുമ്പം ചെല്ല് പറയത്തില്ല മരിച്ചു പോയ മാവി കയറിയതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മരിച്ചു പോയ മാവിയുടെ ഭൂതമാണ്. സത്യം. മാവി കാണിക്കുന്ന മൂല കാണിക്കും. മാവിയുടെ ഒരു ലീനേജ് അവിടെ ഉണ്ട്. മരിച്ചുപോയ വല്യമ്മ പോലെ സംസാരിക്കുന്ന ഒരു പെണ്ണെ എനിക്കറിയാം. ദേഷ്യം വരുമ്പോൾ അപ്പോൾ ആൾക്കാർ പറയും ഭൂതം കയറി. അല്ല, ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് വരിക. ബ്രേക്ക് ചെയ്യപ്പെട്ടില്ല, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പാപം ചെയ്താൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. പക്ഷേ ദൈവകോടതിയിലെ ശിക്ഷ മരിച്ചാലും എന്ത് ചെയ്യത്തില്ല? തീരത്തില്ല. അപ്പം ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും മനുഷ്യൻ പാപം ചെയ്യാൻ തുടങ്ങി. ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും എന്ത് ചെയ്തു? അതിനൊരു കാരണം ഈ പേരൻസിൽ തന്നെ വരുന്നതാണ്. എല്ലാവരുടെ അകത്തൊരു ചെറിയ കള്ളത്തരമുണ്ട്. കൊച്ചിനോട് ചോദിച്ചു, അപ്പം എന്ത് ചെയ്യും? അപ്പം ആര് കൊണ്ടുപോയി? അപ്പം ഇവിടെ കാക്കയില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. കാക്കയുള്ള ഇപ്പം കാക്കയില്ല നാട്ടിൽ. കാരണം ഒന്നാമത്തെ കാര്യം വേസ്റ്റ് ആരും ഇടത്തില്ല. മറ്റേ തൊടിയില്ല. അടുക്കളയുടെ പുറകിലാണ് കാക്ക വരുന്നത്. കാക്ക നല്ലതാണ്. കാരണം കാക്ക ഉണ്ടല്ലേ ഈ പ്രകൃതിയിൽ എന്ത് തീരത്തുള്ളൂ? വേസ്റ്റ് തീരത്തുള്ളൂ. ഇതിനെല്ലാം ഓരോ ദൈവം ഇതെല്ലാം സർക്കിളല്ലേ? പ്രകൃതി അങ്ങനെയല്ലേ അണിയിച്ചേക്കുന്നത്. ഈ തെരുവ് പട്ടികളെ കൊല്ലണമെന്ന് പറയുമ്പോഴും തെരുവ് പട്ടി മൊത്തം കൂടെ കൊല്ലപ്പെട്ട ഇന്ത്യയിലൊരു പ്രശ്നം ഉണ്ടാകും. എലി വീടും. നാട്ടിലെ എലിയെ മുഴുവൻ കൊല്ലുന്ന ആരാ? പട്ടികളാണ്. ഈ ഈ തെരുവ് പട്ടികളാണ് ഈ ഹോട്ടലിൻ്റെ അവിടുത്തെ എലിയെല്ലാം പിടിക്കുന്നത്. അങ്ങനെയാണ് ഗുജറാത്തി തെരുവ് പട്ടികളെ എല്ലാം കൊന്നു കഴിഞ്ഞപ്പോഴാണ് പ്ലേഗ് ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഓരോ സൈഡാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇത് നന്മ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. കൊച്ചൻ ഒരു കള്ള സ്വഭാവം എല്ലാവരുടെയും അകത്തുണ്ട്. അത് പറഞ്ഞപ്പം കള്ളം. ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് പേന മുട്ടിക്കുക. ഭയങ്കര സങ്കടമായി. ടീച്ചേഴ്സിൻ്റെ അടുക്ക പരാതി എന്നും മറ്റ് പേരൻസ് പറഞ്ഞ് ഞങ്ങൾ ഇന്നും പേന മേടിച്ചു വിടുക, കാണുന്നില്ല. അവസാനം പൊക്കിയത് ഇവനെയാ, പേന മുട്ടിക്കുക. അവൻ്റെ അപ്പനെ വരുത്തി. പുള്ളി വലിയൊരു ഉദ്യോഗസ്ഥനാണ്, മാന്യനാണ്. വരുത്തിയപ്പോൾ സാറന്മാർ വഴക്ക് പറഞ്ഞപ്പോൾ ചമ്മി ഇറങ്ങി വന്നപ്പോൾ ഇവനിങ്ങനെ നിൽക്കുക. ഇവനോട് അപ്പൻ ചോദിച്ചു, തന്തേ പറയിപ്പിച്ച് എന്തിനാടാ നീ എന്ത് മോശം കാണിച്ചേ? എടാ, നിനക്ക് എത്ര പേന വേണേലും എന്നോട് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നു. അപ്പം മോൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? സ്കൂളിൽ നിന്ന്. അച്ഛൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? ഓഫീസ്. യഥാ പിത തഥാ പുത്ര യഥാ മാതാ തഥാ പ്രജ.
യഥാ മാതാ തഥാ പുത്രി. അതുകൊണ്ടാണ് ഈ കെട്ടിച്ച് വിട്ട് കഴിയുമ്പം ഇവളുമാർ ഭയങ്കര വഴക്കുണ്ടാക്കുമ്പം പാവം ചെറുക്കന്മാർ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ അമ്മയെ പറഞ്ഞാൽ മതി. ഈ അമ്മ കാണിച്ച സകല കാര്യം ആര് കാണിക്കും? മോള് കാണിക്കും. പറയണ്ട, സത്യമാണ്. യഥാ മാതാ തഥാ പുത്രി. മറ്റൊരു ചൊല്ലുണ്ട്, യഥാ രാജ തഥാ പ്രജ. ഞാൻ ഇച്ചിരൂടെ കൂട്ടി പറയും, യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. ഒരു തെളിവ് പറയാം. കത്തോലിക്ക സഭയിൽ പോയി ഇന്നോ, മർത്തോമാ സഭ, യാക്കോബ സഭയിൽ പോയി ഇന്നോ പ്രാർത്ഥിക്കുമ്പോൾ ആടുവോ? ഇല്ല. പക്ഷെ പല പെന്തക്കോസ്ത് സഭയിലും വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യും? സ്തോത്രം സ്തോത്രം ആടും. എന്തുകൊണ്ടാണ്? സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഒരാൾ എന്തു ചെയ്യും? ആടും. ആടുന്ന പാസ്റ്ററുടെ വിശ്വാസി എന്തു ചെയ്യും? യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പം ഇനി നിർത്താൻ എന്താ വഴി? പാപം, ശിക്ഷ കഠിനമാക്കിയതിൻ്റെ പേരാണ് ശാപം വരുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ശാപം. എന്താ ശാപം? വാട്ട് ഈസ് കേഴ്സ്? വി ഹാവ് സീൻ വാട്ട് ഈസ് പണിഷ്മെൻറ്റ്. അത് ഇറ്റേണൽ പണിഷ്മെൻറ്റാണ്. ഈ ജഡത്തിന് ശിക്ഷയുണ്ട്, നിത്യശിക്ഷയുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ രക്ഷിക്കപ്പെട്ടവർക്ക് അനുദപിച്ചാൽ ദൈവം ഈ ജഡത്തിലെ ശിക്ഷ കൊണ്ട് നിത്യശിക്ഷാവധി ഒഴിവാക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് എന്തോ കൊടുക്കുക? ബാലശിക്ഷ കൊടുക്കുക. ബാലശിക്ഷ കൽപ്പം നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? എന്ത് കിട്ടാതിരിക്കാനാ? ഞാൻ ഈ ജഡത്തിൽ കണ്ടമോനം കഷ്ടം അനുഭവിച്ചവരെ കണ്ടിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു അവർ നിത്യതയിൽ രക്ഷപ്പെടും. എന്തിനാ ചോദിച്ചാൽ ബാലശിക്ഷ കൊടുക്കുകയാണ് കർത്താവ്. എന്തിനാ? നിത്യശിക്ഷാവധിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. അപ്പോൾ ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്തപ്പം ശിക്ഷ കഠിനമാക്കിയ ശിക്ഷയുടെ പേരാണ് ശാപം വരുമെന്ന് പറഞ്ഞത്. എന്താ ശാപം? എനിക്ക് മാത്രം വരുന്നത് ശിക്ഷയാണ്. മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്. എത്ര തലമുറ വരെ? 4 തലമുറ വരെ വരാൻ സാധ്യതയുള്ളതിൻ്റെ പേരെന്താ? ശാപം. ശാപം വരുമെന്ന് പറയാൻ കാര്യം എന്താ? ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാ. കാരണം ഈ മനുഷ്യരെ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർ അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? സത്യമല്ലേ? മക്കൾക്ക് വേണ്ടിയാണ്. കുറച്ച് പേരേ ഉള്ളൂ ഈ ഗൾഫിലൊക്കെ പോയി രക്ഷപ്പെട്ടത്. പലരും ലേബർ ഇപ്പം ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു ബെന്യാമിൻ്റെ ഒരു നോവലുണ്ടായിരുന്നു. എന്തൊരു കഷ്ടമായി ഈ പ്രവാസി ജീവിതമൊക്കെ. കുടുംബത്തെയും പിള്ളേരെയും ഒക്കെ ഒറ്റയ്ക്ക് വിട്ടിട്ട്, അല്ലെ പിന്നെ ഫാമിലി വിസയിലൊക്കെ പോയി സന്തോഷമായി കഴിയുന്നവരല്ല, ഒറ്റയ്ക്ക് പോകുന്നവർ. അവരാർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. അത് പല മക്കളും മനസ്സിലാകുന്നില്ലെന്നുള്ളൂ. എന്നോട് ഗൾഫിൽ നിന്ന് ഞങ്ങളുടെ വന്നും അവധിക്ക് വരുന്ന ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു എന്താ ജോലിയും ചോദിച്ചാൽ പറഞ്ഞു ഓപ്പറേറ്ററാണ്, ഷവൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നി അതാണ് മിഷൻ്റെ ഓപ്പറേറ്ററായിരിക്കും. ഞാനവിടെ ചെന്നപ്പം കണ്ടപ്പം കോൺക്രീറ്റ് ഷവൽ കുത്തി മറിക്കുക. ഞാൻ ചോദിച്ചു അപ്പോൾ ഓപ്പറേറ്റർ? അതാ മോനെ ഷവൽ കോൺക്രീറ്റ് എടുക്കുക. ആർക്ക് വേണ്ടിയാ? പിള്ളേർക്ക് വേണ്ടി. അപ്പോൾ അപ്പനും കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? പിള്ളേർക്ക് വേണ്ടി. അമ്മ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? പിള്ളേർക്ക് വേണ്ടി. അല്ലെങ്കിൽ അമ്മയ്ക്കും അടിച്ചു പൊളിച്ചൊക്കെ കഴിയാം. പക്ഷേ പല അമ്മമാരും ചുരുങ്ങിയും പിടിച്ചും ഒക്കെ പോകുന്ന ആർക്ക് വേണ്ടിയാ? പിള്ളേർക്ക് വേണ്ടിയാ, അല്ലേ? അവർ സമ്മതിക്കത്തില്ലെന്നുള്ളത്. പിള്ളേർ സമ്മതിക്കത്തില്ല. സമ്മതിക്കണമെങ്കിൽ അതുങ്ങൾക്ക് പിള്ളേരുണ്ടാണ്. അപ്പോൾ അവർ സമ്മതിക്കും. അമ്മയുടെ സ്നേഹം അന്നേരമാണ് ഓർക്കുന്നത്, അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലോ അല്ലേ? പിള്ളേർക്ക് വേണ്ടി അപ്പനും അമ്മയും ജീവിക്കുക. ഇനിയും പിള്ളേരെക്കാട്ടി ഇഷ്ടം ആരെയാ? കൊച്ചുമക്കളെ. അതുകൊണ്ടാണ് സാറിന് പറയുന്നൊരു കാര്യമുണ്ട്, അപ്പനും അമ്മയും പിള്ളേരെ, വല്യപ്പനും വല്യമ്മയും പിള്ളേരെ വളർത്തി എന്താകത്തില്ല, ശരിയാകത്തില്ലെന്ന്. സത്യം, കുറച്ച് സത്യമുണ്ട്. എന്നാ കാര്യം ചോദിച്ചാൽ ഇവരൊരു കാര്യവും എല്ലാം അങ്ങ് അനുവദിക്കും. എന്താ കാര്യം? സ്നേഹമാണ്, കൊച്ചുമക്കളാണ്, ഭയങ്കര വാത്സല്യമാണ്. മക്കൾ വൃദ്ധൻ്റെ കിരീടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക്ക് ഒരു മെമ്മറി ഉണ്ട്. ഈ കുട്ടിക്കാലത്തിൻ്റെ ഈ ഒരു മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കാര്യമല്ല. പള്ളിക്കൂടമായിരുന്നു ഓർമ്മ എന്ന് ചോദിച്ചാൽ പള്ളിക്കൂടത്തെക്കാട്ടും നല്ല ഓർമ്മമായിരുന്നു സ്കൂളിലോട്ട് പോകുന്ന വഴി. സ്കൂളിൽ പോകുന്നതിനെക്കാട്ടും വലിയ ഓർമ്മ എന്തുവാ? ഈ ബസ്സിൽ പോകുന്ന പിള്ളേർക്ക് അത് കിട്ടത്തില്ല. സ്കൂളിലോട്ട് പോകുന്ന ഒരു ഓർമ്മയാണ്. ആ പോകുന്ന വഴിക്ക് വഴക്കും അതും ഇതും, ഇറങ്ങി വരുമ്പോൾ 5 പൈസയുടെ മുട്ടായി മേടിക്കുന്നതും, പിന്നെ എല്ലാം കൂടെ ഒരു രസമല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞൊരു നൊസ്റ്റാൾജിക്കായിരുന്നു. പിള്ളേരെല്ലാം അവധി ഇടുമ്പോൾ എവിടെ പോകും? അമ്മയുടെ വീട്ടിൽ പോകും. അമ്മയുടെ വീട്ടിൽ പോകുന്നത് എന്തിനാ? അമ്മച്ചിയുണ്ട്,
അപ്പച്ചനുണ്ട്, റെസ്ട്രിക്ഷൻസ് ഇല്ല. അവധിക്ക് വന്ന പിള്ളേരല്ലേടാ, അവരെ അങ്ങ് ചാടി മറിയട്ടെ. അമ്മ വീട്ടിൽ പോയി. പക്ഷേ ഇന്നങ്ങനെ പോകാറില്ല. എന്നാ കാര്യം ചോദിച്ചാൽ, അമ്മ വീട്ടിലോട്ട് ഈ പിള്ളേർ വരുമ്പോഴത്തേന് അവിടെ അമ്മായി ഉണ്ട്, അമ്മാച്ചൻ്റെ ഭാര്യ, അവരെവിടെ പോകും? അവരവിടെ വീട്ടിൽ പോകും. എനിക്കൊന്നും വെച്ച് വിളമ്പാൻ വയ്യാന്ന് അങ്ങ് പോകും. അവരവിടെ വരുമ്പോഴത്തേന് ഈ അമ്മായി അവിടെ വരുമ്പോഴത്തേന് അവിടുത്തെ അമ്മായി അവിടെ പോകും, അവരുടെ വീട്ടിൽ പോകും. ആ അമ്മായി അവിടെ വരുമ്പോഴത്തേന് അവിടുത്തെ അമ്മായി. അതുകൊണ്ട് പിള്ളേരൊരു പാട്ടിറക്കിയെന്നാണ് പറയുക, അമ്മായി പൊന്നമ്മായി. കച്ചവടം പൊട്ടിയപ്പോൾ ഇഷ്ടത്തേക്ക് എന്താ പിടിച്ചു? വട്ട് പിടിച്ചു. കാരണം അമ്മായി എന്നുള്ളൊരു ഓർമ്മയല്ലേ. അമ്മ വീടാ. ഞാൻ പറഞ്ഞു വന്നിട്ട് അവിടെ ആരുണ്ട്? അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്, കൊച്ചുമക്കളോട് സ്നേഹ. പക്ഷേ ഇതെല്ലാം ഓർക്കപ്പെടുമ്പോഴും ദൈവം ഈ സ്നേഹം വെച്ചതും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പച്ചാ മര്യാദയ്ക്ക് നടക്കണം, അച്ചായ മര്യാദയ്ക്ക് നടക്കണം, ഇല്ല പിള്ളേർക്ക് എന്തോ വരും? ശാപം വരും. പിള്ളേർക്ക് അറിഞ്ഞുകൊണ്ട് ശാപം വരുന്നത് ചെയ്യുമോ? ഇല്ല. പക്ഷേ അകത്ത് കിടക്കുന്ന പാപം എന്ത് ചെയ്യിപ്പിച്ചു? പാപം ചെയ്യിച്ചു. പല രീതിയിൽ ശാപം വരാം. ദുരാഭിചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ ഇന്നും പല രീതിയിലാണ്. മോഡൽ സൈറ്റാനിക് വർഷിപ്പ് ഉൾപ്പെടെ ഈ സാധനങ്ങളെല്ലാം വരുമ്പോൾ ഇതെല്ലാം തലമുറയ്ക്ക് എന്തോ വരുത്തും? ശാപം വരുത്തും. ഈ ആഭിചാരവും കൂടോത്രവും മന്ത്രവാദവും വെച്ച് സേവയൊക്കെ പോകുന്നവരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്കറിയാത്തൊരു കാര്യമുണ്ട്. കുടുംബം കുളം തോണ്ടും. ഈ സാധനമൊക്കെ കയറി പിടിച്ചാൽ സമയാസമയങ്ങൾ ഇത് പുതുക്കി വെക്കണം, ഇല്ല ഈ സാധനം തിരിച്ചു വരും. തലമുറ ഇത് പുതുക്കി വെച്ചില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഈ കുട്ടി കെട്ടുന്ന അവകാശങ്ങൾ പറയുകയും തകർക്കുകയൊക്കെ ചെയ്യുന്നത്. ചില പാമ്പൊക്കെ ആ സമയത്ത് കയറി വരുന്നൊക്കെ കേട്ടിട്ടില്ല. എന്താ കാര്യം? കാരണവന്മാർ പിടിച്ച് വെക്കുന്ന, ഇത് പുതുക്കാതിരിക്കുന്ന, അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത പിടിച്ച് വെക്കരുതെന്ന് പറയുന്നത്. ദുർമന്ത്രവാദങ്ങൾ, ദുരാഭിചാരങ്ങൾ, തീർന്നില്ല. അധാർമികമായ ലൈംഗിക ജീവിതം, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൻ്റെ പുറത്ത് ബന്ധങ്ങൾ തേടുന്നതെല്ലാം നൈമിഷിക സുഖങ്ങളാണെങ്കിലും പിള്ളേർക്ക് എന്തോ വരുത്തും? ശാപം വരുത്തും. ശാപം. വേറൊരു കാര്യമാണ് ദരിദ്രൻ്റെ കൂലി നിലവിളിക്കുക. ദരിദ്രൻ്റെ കൂലി. ഇന്ന് കേരളത്തിലോ നോക്കിയോ, തറവാടികളും തമ്പ്രാക്കന്മാരും ഉണ്ടോ? ഇല്ല. എന്തേ പറ്റി തമ്പ്രാക്കന്മാർക്കെല്ലാം? ഒറ്റക്കാരിയാണ്. ആരുടെ നിലവിളിയാണ്? ആടിയന്മാരാ. മക്കൾക്കറിയില്ല. കൂലി ചോദിച്ചുകൊണ്ട് വൈകിട്ട് വരും, നെല്ലൊക്കെ കൊയ്തിട്ട് ഇത്ര പറ നല്ല കൂലി കിട്ടണം. എവിടെ? കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും, പിന്നെ ഒരു അടി, ഒരു തൊഴി, ഒരു തെള്ള്. കൂടുതൽ വല്ലതും പറഞ്ഞാൽ അന്ന് രാത്രി പെരയ്ക്ക് തീ വെച്ച് കൊന്നു കളയും. അങ്ങനെ വലിയ കണ്ടങ്ങളിലൊക്കെ മടയുറപ്പിക്കാൻ വേണ്ടി പാവം പിടിച്ചവൻ്റെ ബോഡി കെട്ടിത്താത്തുന്നാണ് പറയുക. വിശ്വാസം. അങ്ങനെ ആയിരങ്ങൾ എവിടെയൊക്കെ കുഴിച്ചിടപ്പെട്ടു. തറവാടുണ്ടോ? ഇല്ല. എന്ത് വേട്ടയാടുക? ശാപം വേട്ടയാടുക. എന്നെ പേടിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞു, ഇനിയും പറയണമെന്നുമുണ്ട്. ഈ എൻ്റെ ഒരു സുഹൃത്ത് ഒരച്ഛൻ്റെ മോനാണ്. അപ്പോൾ ആ മോൻ എന്നോട് പറഞ്ഞാണ്, അച്ഛൻ പറഞ്ഞ കാര്യമാണ്. പള്ളിയിലച്ഛനാണ്, ഞങ്ങളുടെ ഒരു വളരെ അടുത്ത സുഹൃത്തും ഞങ്ങളുടെ ഒരു സുവിശേഷകനാണ്. അപ്പോൾ ഈ അച്ഛൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പള്ളിയിൽ മാമോദിസ നടക്കുക. അപ്പോൾ ഈ രണ്ട് വീട്ടുകാർ തമ്മിൽ പ്രശ്നമാണ്. ഈ മാമോദിസ നടക്കാതിരിക്കാൻ വേണ്ടി എതിർ പാർട്ടിക്കാരെന്തോ ചെയ്തു, രാത്രി ഇറങ്ങി മാമോദിസ തൊട്ടിൽ, ബൈ ദ വേ ശിശുസ്നാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, അപ്പം തന്നെ ആദരവോടെ പറയട്ടെ, മറ്റേ കൂട്ടർ ഇറങ്ങിയിട്ട് പള്ളി പൊളിച്ചിട്ട് ഈ മാമോദിസ തൊട്ടിൽ രാവിലെ വന്നപ്പം വെളിക്കിറങ്ങി വെച്ചു. അവരവിടെ അന്നത്തെ പ്രാഥമിക കാര്യങ്ങൾ സാധിച്ചു. നടന്നോ മാമോദിസ? ഇല്ല. പിന്നെ ആരും ആ പള്ളി കയറാതായി, മാമോദിസ നടക്കാറായി, ശുശ്രൂഷകൾ നടക്കാതായി. അന്നുണ്ടായിരുന്ന താമസ ശ്രേഷ്ഠനായ വലിയ തിരുമേനി വന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ മാമോദിസ തൊട്ടിൽ കഴുകിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് കോരി കുടിച്ചു. പിന്നാണ് ആൾക്കാരവിടെ പള്ളി കയറാൻ തുടങ്ങിയത്, ആരാധന നടക്കാൻ തുടങ്ങിയത്. അച്ഛൻ പറഞ്ഞത്, തലമുറ കഴിഞ്ഞിട്ടും ആ ചെയ്ത വീട്ടിൽ എപ്പോഴും മലദ്വാരത്തിൽ ക്യാൻസർ കാണും. എന്താ കാര്യം? എന്ത് വേട്ടയാടുക? ശാപം വേട്ടയാടുക. അപ്പോൾ ശിക്ഷയും മരണവും ശാപവും മനുഷ്യനെ വേട്ടയാടി. രക്ഷപ്പെടാൻ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, പരിഹാരം ചെയ്യണം. ഈ പരിഹാരം മതങ്ങളെല്ലാം പറയുന്ന പരിഹാരം ചെയ്യണം. പഴയ നിയമത്തിൻ്റെ പരിഹാരമായിരുന്നു, നിങ്ങൾ ചെയ്ത തെറ്റിന് പകരം എന്ത് ചെയ്യണം? യാഗം ചെയ്യണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എന്തില്ല? വിമോചനമില്ല. പക്ഷെ നീ മരിക്കേണ്ട ഒരു ഓപ്ഷൻ, നീ മരിക്കേണ്ടതാ, നീയാ മരിക്കണ്ടേ. പാപത്തിൻ്റെ ശമ്പളം മരണം. ചെറിയൊരു ഓപ്ഷൻ, നീ മരിക്കുന്നതിന് പകരം ആരെ മരിച്ചാൽ മതി? മൃഗത്തെ കൊല്ലാം, കാളക്കിടാവിനെ, കുറുമ്പ്രാവിനെ ഒക്കെ കൊണ്ടുവന്ന് എന്തോ കഴിക്കണം? യാഗം കഴിക്കണം. ഞാൻ അതിൻ്റെ ആ കൺസെപ്റ്റ് ഇത്രയും ലളിതമായിട്ട് പറയും. യാഗം കഴിക്കണം. ആർക്ക് പകരമാ? വ്യക്തിക്ക് പകരം. സബ്സ്റ്റിറ്റ്യൂട്ടാണ്.
ക്രിസ്തുവിൻ്റെ മരണം പോലും സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അത് വരാം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് മരിക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പാപം ചെയ്തു, പരിഹാരം കഴിച്ചു, വീണ്ടും എന്തു ചെയ്യും? പാപം ചെയ്യും, വീണ്ടും പാപം ചെയ്യും. പാപം ചെയ്യുമ്പോൾ എന്തോ പറ്റും? വീണ്ടും എന്ത് കഴിക്കണം? പരിഹാരം കഴിക്കണം. വീണ്ടും എന്ത് ചെയ്യണം? പാപം ചെയ്യും, വീണ്ടും എന്ത് കഴിക്കണം? പരിഹാരം. എബ്രായ ലേഖനം പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ എങ്ങനെ കഴിക്കുന്നു? കൂടെ കൂടെ കഴിക്കുന്നു. പരിഹാര പ്രക്രിയ ആവർത്തിക്കപ്പെടുന്നു. പരിഹാരം വന്നോ? ഇല്ല. ഈ പരിഹാര പ്രക്രിയ നടത്തപ്പെടുന്നത് പുരോഹിതനാണ്, യാഗമാണ്. യേശുവിൻ്റെ കാലമായപ്പോഴത്തേന് എന്തോ പറ്റിയെന്നറിയാമോ? ദൂരെ നിന്ന് അവർ ആടിനെയും കൊണ്ടുവരും. അപ്പോൾ ഈ പുരോഹിതൻ്റെ ബിനാമി പുറത്ത് നിൽപ്പുണ്ട്. ബിനാമി ഈ ആടിനെ ഒന്ന് പരിശോധിച്ചിട്ട് പറയും, ആട് കൊള്ളത്തില്ല. സാറേ, ഞാൻ 100 കിലോമീറ്റർ വന്ന് ദൂരെ നിന്ന് വരിക, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? കണ്ടോ, പുഴുക്കുത്ത പൂടെ പോയിരിക്കുന്നു, കൊള്ളില്ല. ഇനി എന്താ വഴി? എന്താ? പൊക്കോ. അയ്യോ, ഞാൻ ഇനിയും പോയിട്ട് പിന്നെയും വരണ്ടേ? ഇനി എന്തോ ചെയ്യണം? ഞങ്ങളുടെ കയ്യിൽ ആളുണ്ട്, പക്ഷേ 5000 രൂപ തരണം. ഇതിനോ? വേണേ മതി, അല്ലേ പൊക്കോ. പാവം, ഇനിയും പോയിട്ട് വരാനൊക്കോ? ഇല്ല. ഇനി അപ്പോയിൻമെൻറ്റ് എടുക്കാനൊക്കോ? ഇല്ല. കയ്യിൽ കിട്ടുന്ന കാശ് അപ്പോൾ എന്തോ ചെയ്യണം? എക്സ്ചേഞ്ച് റേറ്റാണ്, നമുക്കറിയാം. എക്സ്ചേഞ്ച്, അവരുടെ പൈസ മേടിച്ചിട്ട് ഇവരുടെ പൈസ കൊടുക്കുമ്പോഴത്തേന് ഇതൊരു ബിസിനസ് ലോബിയായിട്ട് മാറി. യേശു ഇങ്ങോട്ട് വന്നിട്ട് ചാട്ടയ്ക്ക് അടിച്ച് എല്ലാത്തിനെയും എന്ത് ചെയ്തു? പുറത്താക്കി. അതിൻ്റെ കോൺടെസ്റ്റ് ഇതാ, മതം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. മനുഷ്യൻ്റെ മേൽ മുഖം കെട്ടിവെച്ചു. ഇന്നും മതം അതാ ചെയ്യുന്നത്. മതം, സോക്കോൾഡ് മതം, മനുഷ്യൻ്റെ മുതുകിലോട്ട് ഭാരം വെച്ച് കെട്ടുക. നീ ഇന്നതെല്ലാം ചെയ്യണം. പരിഹാര. കുറ്റബോധം മാറുമോ? ഇല്ല. ശാപം മാറുമോ? ഇല്ല. ശിക്ഷ മാറിയോ? ഇല്ല. ഒരു താൽക്കാലിക ശാന്തി. എല്ലാം ഒരു ശാന്തി കൊടുക്കുന്നുണ്ട്. ശാന്തി താൽക്കാലികമാണ്, ടെമ്പററിയാണ്. പെർമനൻ്റ് വേണ്ടേ? ഇല്ലേ? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? കുറ്റബോധം വേട്ടയാടുക. ഇനി എന്താ വഴി? യാഗമാണ്. അതും മതം ചൂഷണം ചെയ്യുക. അപ്പോൾ അവർ നിലവിളിച്ചു. ആ നിലവിളിയായിരുന്നു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എന്നെ എന്ത് ചെയ്യണേ? രക്ഷിക്കണേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യുന്നില്ല? ഒക്കുന്നില്ല. എല്ലാവർക്കും ഇല്ലേ നന്മ ചെയ്യണമെന്ന് ആഗ്രഹം? ഉണ്ടോ? പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു കുഞ്ഞുമില്ല. സോക്കോൾഡ് കുഞ്ഞുങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. എന്തോ ചെയ്യണം? പഠിക്കണം. അല്ല, പഠിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അതിനുവേണ്ടി അവർ തീരുമാനമെടുത്തു. നേരത്തെ കിടന്നു, അലാറം വെച്ചു. എന്നിട്ട് അലാറം അടിച്ചപ്പോൾ എന്തോ ചെയ്തു? ഓഫ് ചെയ്തു. എന്നിട്ട് വീണ്ടും കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. പരീക്ഷ വന്നു, അലാറം. തലേദിവസം രാത്രി ഉറങ്ങത്തില്ല. അവിടെ പോയിരിക്കുമ്പോൾ എന്തോ ചെയ്യുക? മറന്നുപോയി, ബ്ലാങ്ക് ഔട്ടായി. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, കൊച്ചിൻ്റെ അമ്മ ഇത് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും തീരുമാനിച്ചു, ഇനി ഞാൻ എല്ലാ ദിവസവും 5 അധ്യായം വെച്ച് വായിച്ചോ? ഇല്ല. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ ഭയങ്കര സ്നേഹിതനാണ്, അളിയാ, ഞാനൊരു പുതിയ തീരുമാനം എടുത്തു ന്യൂ ഇയറിന്. ഞാൻ എന്തോ എടുത്തളിയ, ഇതുപോലൊരു കഠിനമായ തീരുമാനം. ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു തീരുമാനം എടുക്കുന്നില്ലെന്നങ്ങ് തീരുമാനിച്ചു. ഒരു തീരുമാനം ഞാൻ ഇനി എടുക്കുന്നില്ല. കാരണം എടുത്ത ഒരു തീരുമാനം എന്ത് ചെയ്യാനൊത്തിട്ടില്ല, ചെയ്യാനൊക്കുന്നില്ല. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കുന്നോ? ഇല്ല. അതിന് സാധിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ എന്ത് ചെയ്യുക? അയ്യോ, ഞാൻ എന്ത് ചെയ്യും? നിലവിളിച്ചപ്പോൾ ദൈവം തൻ്റെ പുത്രനായി യേശുവിനെ അയച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? മനുഷ്യൻ ദൈവം ആയതല്ല, ദൈവം ആരായി? മനുഷ്യനായി. കണ്ടോ? ദൈവം ഇതുപോലെ കൊച്ചു കുഞ്ഞായി. ദൈവം ആരാ? സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ഈ ദൈവം ആരായി? കൊച്ചായി. നമ്മുടെ പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. പബ്ലിക്ക് വഴക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭാര്യമാർക്ക് ഏറ്റവും വലിയ സങ്കടമാണ്, നാട്ടുകാരിരിക്കുമ്പം പ്രത്യേകിച്ച് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ നമ്മളെ ടീസ് ചെയ്യരുത്. തമാശ പറഞ്ഞാൽ പോലും നമുക്ക് ആവുമോ? എന്നെ അവരുടെ മുമ്പിൽ വെച്ച് എന്താക്കി? കൊച്ചാക്കി. നമുക്കാർക്കും എന്ത് ചെയ്യാനൊക്കത്തില്ല, കൊച്ചാകാനൊക്കത്തില്ല. അതാണ് വിഷയം. കൊച്ചിനും കൊച്ചാകണ്ട, വലിയവർക്കും കൊച്ചാകണ്ട. കൊച്ചുങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ മുമ്പേ പബ്ലിക്കലി എന്നെ ഹേർട്ട് ചെയ്യുന്ന നമുക്കതില്ല. ടീച്ചർ എന്നെ പറയാനുണ്ടെങ്കിൽ എന്നോട് പ്രൈവറ്റായിട്ട് എന്ത് ചെയ്യണം? പറയണം. അമ്മയുടെ പ്രശ്നം അന്നേരം ഈ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പിള്ളേരെ അടിക്കുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിൽ വെച്ചൊന്നും പറയാതെ നേരത്തെ പോയി പേഴ്സണലി പറഞ്ഞൊക്കെ ശാസിക്കണം. പക്ഷേ അന്ന് ഞാൻ ഇതുവരെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, അപ്പോഴത്തേന് നമുക്ക് അടിക്കാനുള്ള മൂഡ് പോത്തില്ലേ. നമ്മളിത് ആലോചിച്ച്
കോപമൊക്കെ അടങ്ങി ഫെസിലേഖനം പറയുന്ന പോലെ. അന്നേരം വല്ലതും നടക്കുമോ? ഇല്ല. നടക്കുന്ന വഴിക്ക് അത് നടന്നില്ലെങ്കിൽ നടക്കുന്നില്ല. ഇപ്പം നമ്മുടെ എല്ലാം ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ആർക്കും എന്താകാൻ വയ്യ, ചെറുതാകാൻ വയ്യ. പക്ഷെ ദൈവം ആരായി? ചെറുതായി. എന്തിനാ ദൈവം ചെറുതായെന്നറിയാമോ? നമ്മളിങ്ങനെ അങ്ങ് വലുതാക്കാനാ. എവിടം വരെ വലുതാക്കാൻ? സ്വർഗം വരെ വലുതാക്കാൻ. സ്വർഗം. ഞാനിരിക്കുന്നിടത്ത് ഈ സിൻ ഷാൽ ശൃംഗി എന്നൊരു ചൊല്ലുണ്ട്. പാപം നിങ്ങളെ ഇങ്ങനെ ചുരുക്കും. പാപം ചുരുക്കും കേട്ടോ, പാപം ചുരുക്കും. പാപത്തിന് ഭയങ്കര അട്രാക്റ്റിംഗ് ഫോഴ്സുണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സാണ് ഈ സിന്നിന്. അത്രയും അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും സ്വർഗത്തിനില്ല. സ്വർഗത്തിൽ എന്തോ ഇത്ര അട്രാക്റ്റീവ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു പിള്ളേരുടെ കൺസെപ്റ്റ്. ഒരാൾ മരിച്ചുപോയി. അന്ന് തന്നെ അയാളൊരു മഹാകുടിയനായിരുന്നു. കുടിച്ച അന്ന് തന്നെ ഒരിടത്തൊരു എർത്ത് ഉണ്ടായി, ഭൂകമ്പം. 1,00,000 പേര് ഒന്നിച്ച് മരിച്ചു. ഈ 1,00,000 പേരുടെ ആത്മാവ്, ഈ ചത്തോൻ്റെ ആത്മാവ് എല്ലാം കൂടെ സ്വർഗത്തിൻ്റെ അവിടെ ചെന്നപ്പം ഭയങ്കര തിരക്കായി. കഥയാ, നടന്നതല്ല കേട്ടോ. ഇനി അതെവിടെ തിരക്കരുത്, കഥയാ. അവിടെ ഭയങ്കര തിരക്കായി. പത്രോസ് പുറത്തിരുന്ന് ചീട്ട് കൊടുക്കുക, ഓരോരുത്തരോട്ട് വിടുക. അപ്പോൾ ഈ കുടിയന് കിട്ടിയത് ചീട്ട് മാറിപ്പോയി. അതേ പേരിൽ വേറൊരു പത്രോസ് ഒരുത്തരുണ്ട്, മത്തായി ഉണ്ടായിരുന്നു. അപ്പം കൊടുത്തപ്പോൾ ഇയാൾക്ക് സ്വർഗത്തിൻ്റെ കൊടുത്തു. ഇയാൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഇയാൾക്കൊരു രസം തോന്നില്ല. DJ ഡാൻസ് ഇല്ല. സ്വർഗത്തിൽ DJ പാർട്ടി ഉണ്ടോ? ഇവിടെ പാർഷിപ്പുണ്ട്. സ്വർഗത്തിൽ DJ പാർട്ടി ഉണ്ടോ? ഇല്ല. DJ ഡാൻസ് ഇല്ല, സിനിമ ഇല്ല. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ അബ്രാം പിതാവ് അവിടെ ഇരിക്കുന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ യാക്കോബ് പിതാവ് അവിടെ ഇരിക്കും. ഇതാരാ യാക്കോബ്? ഇതാരാ? മോശയാ. താടിയൊക്കെ നീണ്ടിരിക്കുക. പുള്ളിക്കൊരു രസവും തോന്നുന്നില്ല. പിള്ളേരെ ഒന്നും കാണുന്നില്ല. എല്ലാ അപ്പച്ചന്മാരും യാക്കോബ് അപ്പച്ചനും ഇരിക്കുക. ഇടയ്ക്കൊരു വലിയൊരു വീഡിയോ ഇറങ്ങി, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ. അവളുടെ സ്വപ്നം കണ്ടു, ദൈവം വന്നു, എല്ലാവരും പോയി. പക്ഷേ പിള്ളേരൊന്നും എന്ത് ചെയ്തില്ല, പോയില്ലെന്നും പറഞ്ഞുകൊണ്ടൊരു നോർത്ത് ഇന്ത്യൻ പയ്യൻ വലിയമായി കരയുന്നു. പോയതെല്ലാം കണ്ടായിരുന്നോ? പ്രായമുള്ളവരാ. അയ്യോ, അത് ഹാർട്ട് ടച്ചിങ്ങാ. മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിള്ളേർക്കെല്ലാം DJ അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പുറത്തൊരു കാര്യം നടക്കുമ്പോൾ അവിടെ ഭയങ്കര ഡാൻസാണ്. ഇത്രയുള്ള മിടിയൊക്കെ ഇട്ട് നല്ല സുന്ദരി പെൺപിള്ളേരിങ്ങനെ താലത്തിൽ, ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ വൈനൊക്കെ ഒഴിച്ച് ഫ്ലൈറ്റ് ഇവർ വരുന്ന പോലെ വരിക. അടിച്ച് പൊളിച്ച് വേണം, ഏത് വേണം, സെറിയണ്ടേ. അപ്പം പാട്ട്, ഡാൻസ് എല്ലാം. ഇയാൾ പറഞ്ഞു, അതെന്തോ, അത് നരകമാണ്. ആണോ? എനിക്ക് അങ്ങോട്ട് പോയാൽ മതി. ഇതെന്തുവാ, ചുമ്മാ ഒരു രസമില്ല. എന്നാൽ വലിയ കാര്യം, അബദ്ധം പറ്റിയതല്ലേ. ദൂതൻ ഇനി പത്രോസിനി അതിൻ്റെ പേര് കർത്താവ് വഴക്ക് പറയത്തില്ല. എടാ, നീ എന്തിനാണ് അവ കയറ്റിയത്? വലിയ കാര്യം, ഒഴിഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അയാൾ അങ്ങോട്ട് ചെന്നപ്പം അവർ കൊടുത്തു. മേടിച്ച് ഇങ്ങനെ കഴിച്ച് കുടിച്ച് ഡാൻസ് ചെയ്തിരിക്കുക. ടിഷ്യൂ എന്നൊരു തുറന്നു, വാല് തുറന്നു, ടിക്കെന്നങ്ങ് പോയി. എവിടെ? നരകത്തിൻ്റെ തീക്കകത്തോട്ട് പോയി. അപ്പോൾ അവർ ചോദിച്ചു, ഞാനിവിടെ കണ്ടത് എന്തോ? അതോ ഇതാണോ നരകം? ഇതാ നരകം. അപ്പോൾ കണ്ടതോ? അത് റിസപ്ഷനാണ് നരകത്തിൻ്റെ എന്താ റിസപ്ഷനാണ്. റിസപ്ഷനിൽ ഭയങ്കര രസമാണ് മക്കളെ. ഇത് കഴിഞ്ഞ് ടിഷ് എന്നൊരു തള്ളുണ്ട്. നേരെ എവിടെ പോവും? അവിടെ ചാകാത്ത പുഴുവും, സത്യ ചാകാത്ത പുഴുവും കെടാത്ത തീയും മറ്റൊന്നാ. അപ്പം ഇതെല്ലാം മനുഷ്യന് വേണ്ടി ദൈവം ആരായി? ചെറുതായി. എന്തിനാണ് ചെറുതായെന്നറിയാമോ? നമ്മളെ ഈ ശൃംഗി നരകത്തിൽ കൊണ്ടെത്തിക്കും. പക്ഷെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ദൈവം ആരായിട്ട് മാറി? ചെറുതായിട്ട് മാറി. ഈ ചെറുതായ ദൈവം അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്നു. എത്ര വയസ്സ് വരെ? 30 അല്ല, മരണം വരെ അപ്പന് കീഴ്പ്പെട്ടിരുന്നു. പഠിക്കണം. ആരെ നോക്കി? യേശുവിനെ നോക്കി. അത് കഴിഞ്ഞ് 33 തിരുവയസ്സ്. നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, തിന്മയൊന്നും ചെയ്തിട്ടില്ല. പീലാത്തോസിൻ്റെ ഗതസമയയുടെ രാത്രി വന്നു. യേശു കർത്താവ് വന്ന് 3 പേരെയും കൊണ്ട് പോയി. ആരൊക്കെ? പത്രോസും യാക്കോബും യോഹന്നാനും. 3 പേരെ, ഏറ്റവും സ്നേഹിച്ചവരെയും കൊണ്ട് ഗതസമനെ പോയി. ശ്രദ്ധിക്കണം, എന്തിനാ ഗതസമനെ പോയി 3 പേരെ കൊണ്ടുപോയെന്നറിയാമോ? മനുഷ്യനായി ദൈവം ജഡാവതാരം എടുത്തതാ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്, മരിക്കുമ്പോൾ ആരടുത്ത് വേണം? സ്നേഹമുള്ളവരടുത്ത് വേണം. അത് ഭയങ്കര ആഗ്രഹം. മരിക്കുമ്പം അടുത്ത് വേണം. നമ്മുടെ ഒരു പ്രിയ ആൾ മരിച്ചെന്ന് അറിഞ്ഞാൽ അപ്പനോ അമ്മയോ നമ്മൾ അടുത്തില്ലെങ്കിൽ നമ്മൾ അവസാനം ചോദിക്കുക, ആരുണ്ടായിരുന്നു അടുത്ത്? മരിക്കുമ്പം വല്ലോ പറഞ്ഞോ? ഇതൊക്കെ വലിയ കാര്യമാണ്. മരണമൊഴി, യേശുവിൻ്റെ മരണമൊഴികളാണ്. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ധ്യാനിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തു. ഗതസമയയുടെ രാത്രി
പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട്, എന്തിനാ? ഞാൻ മനുഷ്യനാ, പൂർണ്ണ മനുഷ്യനാ, പൂർണ്ണ ദൈവമാ, എന്നോട് കൂടെ നുണന്നിരിക്കണം. മരണവേദനയാണ്. പക്ഷേ അവിടെ ഒറ്റപ്പെട്ടു. അവരെല്ലാം കിടന്നുറങ്ങി. യേശുക്രിസ്തു ഒറ്റയ്ക്ക് ഇത് അഭിമുഖീകരിച്ചു. പിതാവാൻ ദൈവം ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തു. റോമൻ കോടതി വന്നു, യഹൂദ സേവകർ വന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ രാത്രി മതകോടതി വിസ്തരിച്ചു. 3 മതകോടതിയാണ്. അന്നാസ്, കയ്യഫാവ്, സന്നദ്ധരി സംഘം. വെളുപ്പാങ്കാലത്ത അന്നാസും കയ്യഫാവും. അന്നാസിൻ അരമനയിൽ പാടുന്നില്ലേ? അന്നാസും കയ്യഫാവും സന്നദ്ധരി സംഘവും വിസ്തരിച്ചു. തെറ്റുവെല്ലാം കണ്ടോ? ഇല്ല. എന്നിട്ട് ഭയങ്കര ക്രമക്കേട് അവിടെ ഉണ്ടായി. രാത്രി കോടതിയുണ്ടോ? ഇല്ല. പക്ഷേ യേശുവിനെ വിസ്തരിക്കാൻ എപ്പം കൂടി? രാത്രി കൂടി. രണ്ടാമത്തെ കാര്യം, കോടതി നടക്കുമ്പോൾ, വിസ്താരം നടക്കുമ്പോൾ പ്രതിയെ അടിക്കരുത്. പക്ഷെ പലവട്ടം യേശുവിനെ എന്ത് ചെയ്തു? കയ്യേറ്റം ചെയ്തു. മൂന്നാമത്തെ പലം, പ്രതിക്കെതിരെയുള്ള കുറ്റപത്രം വായിക്കണം. വായിച്ചോ? ഇല്ല. നാലാമത്തെ ഒരു കാര്യം, സാക്ഷികളെ കൊണ്ട് നിർത്തണം. സാക്ഷി മൊഴികൾ ഒത്തുവരണം. നടന്നോ? വിറ്റ്നസ്സസ് ഇല്ല. ഇതൊന്നും ഉണ്ടായിട്ടോ അവർ വിധിച്ചു അവനെ ക്രൂശിക്കണം. പക്ഷെ വിധി നടപ്പാക്കണമെങ്കിൽ അന്ന് സെക്കുലർ കോർട്ടിൻ്റെ കൺസെൻറ്റ് വേണം. സെക്കുലർ കോർട്ട് നമുക്കറിയാം. നമ്മുടെ പള്ളി കല്യാണം നടത്തിയാലും എവിടെ രജിസ്റ്റർ ചെയ്യണം? പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ഡിവോഴ്സ് വേണമെങ്കിലും എവിടുന്ന് മേടിക്കണം? ഫാമിലി കോർട്ടിൽ നിന്ന് ഡിവോഴ്സ് മേടിക്കണം. അല്ലാതെ പോയി കല്യാണം നടത്തുന്ന ആൾ വരെ അകത്താവും. എന്താ കാര്യം? സെക്കുലർ കോർട്ടിൻ്റെ അനുവാദം വേണം. ഇതുപോലെ യേശുവിനെ ക്രൂശിക്കാൻ അവർ വിധിച്ചു. പക്ഷേ അതിന് റോമാക്കാരുടെ അനുവാദം വേണം. റോമൻ കോടതി എടുത്തു കൊണ്ടുപോയി. പീലാത്തോസ് അന്നത്തെ ഏറ്റവും വലിയ മജിസ്ട്രേറ്റാണ്, ഗവർണറാണ്, ആ ടെറിട്ടറിയുടെ ആളാണ് പീലാത്തോസ്. യേശുവിനെ പഠിച്ചു, കേസ് മുഴുവൻ പഠിച്ചു. പീലാത്തോസിന് മനസ്സിലായി ഈ മനുഷ്യനിൽ എന്തില്ല? ഒരു തെറ്റുമില്ല. ഇനി എന്താ വഴി? പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗദിക്കൊരു സ്വപ്നമുണ്ടായി. ഇവൻ ആരാ? നീതിമാനാ. ഇവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. ഇതുകൂടെ കേട്ടപ്പം പീലാത്തോസ് പേടിച്ചു. പീലാത്തോസ് രക്ഷിക്കാൻ ഒരു വഴി നോക്കിയപ്പം നസറത്തിൽ നിന്നുള്ള അവിടെ നിന്നുള്ള ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. ഹെരോദാസ അങ്ങോട്ട് വിട്ടു. ഹെരോദാസ് തിരിച്ചു വിട്ടു. ഒരു കുറ്റവും ഇല്ല. അപ്പോൾ 5 കോടതി വീണ്ടും പീലാത്തോസിനെടുക്കൽ. 6 കോടതി. പീലാത്തോസ് എല്ലാം പഠിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന വ്യക്തിക്ക് ഞാൻ എന്ത് കണ്ടില്ല? തെറ്റും കണ്ടില്ല. കുഞ്ഞുങ്ങളെ, ഈ നിൽക്കുന്ന പ്രതിയിൽ ഒരു തെറ്റ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ആ പ്രതി എന്ത് ചെയ്യണം? വെറുതെ വിടണം. പക്ഷേ യേശുവിനെ അടിച്ചു. അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിക്കും. ഒരു കൽത്തുറങ്കിൽ കുനിച്ച് നിർത്തി റോമൻ ചാട്ട കൊണ്ട് അടിക്കാൻ തുടങ്ങി. അടിച്ചു, വല്ലാതെ അടിച്ചു. ഒന്ന് കുറേ 40 അടി റോമൻ ചാട്ടകൾ. എന്തിനാ അടിക്കപ്പെട്ടത്? ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് ഒറ്റ കാര്യത്തിനാണ് അടിക്കപ്പെട്ടത് കേട്ടോ. നമ്മുടെ തെറ്റ് ശിക്ഷ ആരുടെ മേലായി? യേശുവിൻ്റെ മേലായി. നമ്മളാരായി? സ്വതന്ത്രരായി. റോമർ 8:1. ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാതിയില്ല. നമ്മൾ സ്വതന്ത്രരാകാൻ യേശു എന്തേറ്റു? ശിക്ഷയേറ്റു. എന്നിട്ടും അവർ പറഞ്ഞു അടിച്ചത് കൊണ്ട് തീരുമെന്ന പീലാത്തോസ് ഓർത്ത്. അടിക്ക് പോട്ടെ, തീരുമല്ലോ. അവർ പറഞ്ഞു പോരാ, യേശുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞു. അടുത്തൊരടവെടുത്തു. ആരെയാ? 2 പേരെ കൊണ്ടു നിർത്തി. ഒന്ന് യേശു, മറ്റൊന്നാരാ? ബറബാസ്. ബറബാസിനെ നോക്കിയിട്ട് അവരോട് ചോദിച്ചു ആരെ വേണം? അവർ പറഞ്ഞു ആരെ മതി? യേശുവിനെ ക്രൂശിക്കണം. ആരെ വിട്ടയക്കണം? ബറബാസ്. ബർയോന ശീമോൻ, അബ്ബാസ്, അബ്ബായുടെ മകൻ. ഈ നിൽക്കുന്ന 2 പേരാ. ഒന്ന് ബറബാസ്, എല്ലാ മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. അപ്പുറത്ത് നിൽക്കുന്നു ഏകജാതനായ പുത്രൻ. അവരോട് ചോദിച്ചു ആരെ വേണം? അവർ പറഞ്ഞു അവനെ ക്രൂശിക്കുക. ആരെ വിട്ടയക്കുക? യേശുവിനെ, ബറബാസിനെ വിട്ടയക്കുക. ബറബാസിനെ വിട്ടയച്ചു. ബറബാസ് പോയി. ഞാൻ ഈ ബറബാസിൻ്റെ പുറകെ വെറുതെ ഭാവനയിലൊന്ന് പോയി. ബറബാസ് പോകുന്ന വഴിക്കെല്ലാം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നാളെ അവൻ്റെ ക്രൂശീകരണം നടക്കേണ്ടതാ. താണ്ട് അങ്ങോട്ട് പോയി. അവൻ ക്രൂശെടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ട് പോയത്? വീട്ടിൽ ചെന്നു. കുഞ്ഞിറങ്ങി ബെല്ലടിച്ചപ്പോൾ ഇറങ്ങി വന്നു. അമ്മ, അപ്പാ നിൽക്കുന്നു. ജയിലില്ല. ചുമ്മാ വട്ട് പറയാതെ. അല്ല, എല്ലാവരും ഓടി വന്നു. അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം. ബറബാസ്, നിനക്ക് എന്തോ പറ്റി? അവനൊന്നും മിണ്ടാൻ വയ്യ. അവൻ വലിയ കരഞ്ഞു. ഒന്നെനിക്കറിയാം, എനിക്കെന്തോ പറ്റിയെന്നറിയത്തില്ല. പക്ഷെ അവൻ അങ്ങോട്ട് പോയത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടിറങ്ങി. അവൻ അങ്ങോട്ട് നടന്നു, ഞാൻ ഇങ്ങോട്ടിറങ്ങി. ഇതാ ക്രൂശ്. നമുക്ക് പകരം ഒരാൾ പോയി. ആര്? യേശു. കുരിശെടുത്തുകൊണ്ട് പോയി. കുരിശുമെടുത്തുകൊണ്ട്
ഗാഗുൽത്തായിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് വീണും എഴുന്നേറ്റും പോകുന്നുണ്ട്. കുരിശിങ്ങനെ തോളിലിരിക്കുമ്പോൾ ഭാരമുള്ള കുരിശാ. വീണോ, ഇങ്ങനെ കുരിശ് വെച്ചോണ്ട് വീണോ, മുമ്പോട്ട് വീഴുവോ പുറമോട്ട് വീഴുവോ? തോളിൽ കുരിശിരിക്കുമ്പം വീണാൽ പുറമോട്ട് പോകുമ്പോൾ മുമ്പോട്ട് വരുമോ? മുമ്പോട്ടേ വരത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പം ചിലപ്പം കൈ കുത്തുന്നതിന് മുമ്പ് തന്നെ മുഖം അടിക്കും. വീണു എഴുന്നേറ്റും പോയപ്പം മുഖത്തിൻ്റെ ഷേപ്പ് പോയി. യെശയ്യാവ് പറയുന്നു, അവൻ കണ്ടാൽ ആളറിയാത്തവനായി. എന്തിനാ ആളറിയാത്തവനായി? ഒരു കാര്യം ഓർക്കണേ, ആളറിയാത്തവനാകാൻ കാര്യമുണ്ട്. ഈ നല്ല സുന്ദരം പിള്ളേരെ കാണാം, പക്ഷേ അവർ ഡ്രഗ്സൊക്കെ എടുത്തു തുടങ്ങിയാൽ അറിയാവുന്നവർക്ക്, പോലീസുകാർക്ക് കണ്ണി നോക്കി അറിയും. പോലീസുകാർ എടുത്തു കൊണ്ടുപോകും, അല്ലെങ്കിൽ നല്ല സൈക്കോളജിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് സൈക്കോളജിസ്റ്റാണോ, കണ്ണി നോക്കിയിട്ട് പറയും. പ്രത്യേകിച്ച് ഈ സെക്ഷൽ പെർവേഷനിലേക്കൊക്കെ പോകുന്നവരെയൊക്കെ കണ്ണി നോക്കിയാൽ, മുഖത്ത് നോക്കിയാൽ അറിയാം എന്താ ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് പറ്റിയത്. പാപം അവരെ വിരൂപപ്പെടുത്തി, പാപം അവരെ ചോർത്തി, പാപം അവരെ സ്ക്യൂസ് ചെയ്തെടുത്തു. പക്ഷെ പാപം സ്ക്യൂസ് ചെയ്തെടുത്തതിൻ്റെ സൗന്ദര്യം തിരികെ കൊണ്ടുവരുവാൻ കർത്താവ് ക്രൂശിൽ വിരൂപനായി. ഞാൻ കണ്ടിട്ടുണ്ട് വൈരൂപപ്പെട്ടു പോയ മക്കളൊക്കെ തിരിച്ച് സുന്ദരരാകുന്നത്. എങ്ങനെ? ഒറ്റ കാര്യം കൊണ്ടാണ്, അവൻ്റെ പുത്രൻ വിരൂപനായത് നമുക്ക് സൗന്ദര്യം തിരിച്ചു തരാനാ. അവനെ കണ്ടാൽ അറിയത്തില്ല, പക്ഷേ എന്തിനാ? നമ്മുടെ സൗന്ദര്യം തിരിച്ചു കിട്ടാൻ. ആത്മസൗന്ദര്യം, ആ ഡിവൈൻ ബ്യൂട്ടി. കുരിശ് എടുത്തുകൊണ്ട് യേശു പോയി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാ കേട്ടോ. അവർ നടുക്കിട്ട് എന്തിനാണെന്നറിയാമോ? ഏറ്റവും വലിയ കള്ളനെന്ന് കാണിക്കാനാ. പക്ഷേ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെ? നടുക്ക. 2 കള്ളന്മാരുടെ നടുക്ക്, ആകാശത്തിനും ഭൂമിക്കും നടുക്ക്, മനുഷ്യനും ദൈവത്തിനും നടുക്ക്. ഏക മധ്യസ്ഥൻ, ദ ഓൺലി വൺ ഇന്റർസെസർ, മീഡിയേറ്ററാ യേശു. ഏക മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ യേശു നമുക്ക് വേണ്ടി നടുക്ക് മരിച്ചു. സാധാരണ ചെല്ലം ചോദിക്കും, പ്രത്യേകിച്ച് ചില കൂട്ടർ ചോദിക്കും, യേശു ദൈവമാണെങ്കിൽ ദൈവം മരിക്കുമോ? ഷാൽ ഗോഡ് ഡൈ? ദൈവം മരിക്കുമോ? ദൈവത്തിന് മരിക്കാൻ ഒക്കുമോ? ദൈവം എന്ന് പറയുന്നത് എന്താ? മരിക്കാത്ത ആളാ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അപ്പം ദൈവം മരിക്കുമോ? ഇല്ല. പക്ഷേ യേശു മരിച്ചു. എന്തിനാ മരിച്ചേ? ഒറ്റ കാര്യത്തിനാണ്, നമ്മുടെ മരണം മാറ്റാൻ യേശു എന്ത് ചെയ്തു? മരിച്ചു. ഈ മരണത്തിനപ്പുറം എന്താണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അറിയാത്ത കാര്യം ആരും മരിച്ചതിനപ്പുറത്ത് പോയിട്ടില്ല. പിന്നെ പോയിട്ട് വന്നു എന്ന് പറയുന്നവരൊക്കെ കള്ളമാണ് പറയുന്നത്. പക്ഷെ ഒറ്റയാളേ ഉള്ളൂ മരിച്ചിട്ട് പോയത്, പോയിട്ട് വന്നത് ആരാ? യേശുവാ. അതുകൊണ്ട് മരണത്തിനപ്പുറം ഒരു വാതിലുണ്ടായി. എന്നെ ഈ അടുത്തിടയ്ക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു മരണം, ഒത്തിരി മരണം കണ്ടെങ്കിലും, ചുമ്മാറപ്പച്ചൻ എന്ന് പറഞ്ഞ തൃശ്ശൂർ അപ്പച്ചൻ മരിച്ചു. 92. അപ്പച്ചൻ്റെ കേരളത്തിലെ ജീവിച്ചിരുന്നവരിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഒരു പാസ്റ്ററാണ്. ദൈവകൃപയായി എളിയവനാണ്. അത് അടക്കത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവരെന്നെ വിളിച്ചു. എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസും ഒരു പുണ്യമായിട്ടും തോന്നി. കാരണം അപ്പച്ചൻ്റെ അടക്കത്തിന് പോവുക. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അച്ഛൻ എന്നോട് പറയുക, പാസ്റ്ററെ എന്താ മിനിഞ്ഞാന്ന് ഞായറാഴ്ച അപ്പച്ചൻ വയ്യ, വീട്ടിൽ ഇരിക്കുക. അപ്പോൾ അപ്പച്ചൻ സഭായോഗത്തിന് പോയിരിക്കാൻ വയ്യാത്തതുകൊണ്ട് വീടും ഹോളും ഇങ്ങനെ. അപ്പച്ചൻ വീട്ടിൽ ഇരുന്നു. ഇവരപ്പച്ചനെ കാണാൻ ചെന്നപ്പം അപ്പച്ചൻ അവരോട് പറഞ്ഞു, വണ്ടി വരുന്നുണ്ട്. എന്തോ വണ്ടിയാണ്? മരണവണ്ടി. അന്നെ കൂടെ ഇരുന്നാൾ പറഞ്ഞു, വരത്തില്ല ചായ അപ്പച്ചോ, ഉപ്പാപ്പൻ എന്ന് അവർ വിളിക്കുന്നത്, വരത്തില്ല ഉപ്പാപ്പ, പഞ്ചറായി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, പഞ്ചറായിക്കോട്ടെ, 3-ാം ദിവസം വരുമെന്ന് പറഞ്ഞു. ഞായറാഴ്ച പറഞ്ഞു, ചൊവ്വാഴ്ച വന്നു. 3-ാം ദിവസം വരുമെന്ന്. അങ്ങനെ എങ്ങനെ പറയാനൊത്തേ? അത് ഈ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. കർത്താവുമായിട്ട് ബന്ധമുണ്ടോ? മരണമൊന്നും ഒരു വിഷയമേ അല്ല. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആവും. നോക്കൂ, യേശു മരിച്ചു, ഉയർക്കപ്പെട്ടു. ഇപ്പോൾ യേശു മരിച്ചു, യേശു ശിക്ഷയേറ്റു. എന്ത് മാറ്റാനാണ്? നമ്മുടെ ശിക്ഷ ആരുടെ മേലായി? യേശുവിൻ്റെ മേലായി. നമ്മുടെ മരണം ആരുടെ മേലായി? യേശുവിൻ്റെ മേലായി. നമ്മുടെ ശാപം ആരുടെ മേലായി? ഇവരെന്തിനാ ക്രൂശീകരണം മാത്രം നിർബന്ധിച്ചത്? ഒറ്റ കാര്യത്തിനാണ്. ക്രൂശ് എന്തിൻ്റെ ലക്ഷണമാണ്? ശാപത്തിൻ്റെയാണ്. ഈ ശാപത്തിൻ്റെ ലക്ഷണമാണ്. പ്രിയരെ ശ്രദ്ധിക്കണം,
ഏത് കുഞ്ഞിൻ്റെ മേലും ഏത് വ്യക്തിയുടെ മേലും ശാപം കാണും. രണ്ട് വഴി വരാം. ഒന്നിയിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ. അപ്പൻ്റെ അപ്പൻ അമ്മയുടെ അപ്പൻ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ അമ്മയുടെ അപ്പൻ്റെ അപ്പൻ, അമ്മ. ഇനി അപ്പൻ്റെ അമ്മയുടെ അമ്മമാർ, അപ്പൻ്റെ അമ്മ അപ്പന്മാർ, ഏതെങ്കിലുമൊക്കെ ശാഖോപം. നമ്മൾ ഈ ഫാമിലി ട്രീ വരയ്ക്കുന്ന പോലെ ഇതിനിടയ്ക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഈ സംഭവം വന്ന് കയറും. ഇത് താങ്ങി നടക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉപദേശി. അനുഭവിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് കാരണം പോയേക്കുന്നേ. ആ തെറസ് നല്ല ഭാമനയാണ്, വരുത്തി വെച്ചതാ. അനുഭവിക്കാം. ഇനി എന്തോ വഴി? കുരിശിൻ്റെ ചൂട്ടിൽ ചെന്ന ഒറ്റ വഴിയുണ്ട്. ആ കെട്ടും ആ ചങ്ങലയും ബോണ്ടേജും ഒറ്റ പൊട്ട. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടെന്നൊരിക്കുന്നൊരു ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി? ശാപമായി. എന്തിനാ? ന്യായപ്രമാണത്തിൻ്റെ ശാപം മാറി അബ്രഹാമിൻ്റെ അനുഗ്രഹം വരാൻ. ക്രൂശ് നമ്മളെ രക്ഷിക്കുന്ന. പക്ഷേ ഈ ക്രൂശിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ ആത്മാവ് നമുക്ക് തരുന്ന ആത്മാവിനല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് എന്ത് ചെയ്യാനൊക്കത്തില്ല, ഏറ്റുപറയാക്കുക. പരിശുദ്ധാത്മ പ്രേരണയാൽ, അതാണ് ആത്മജനനം. ഞാൻ പാപിയാണെന്നുള്ള ബോധത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയൊരു വിശുദ്ധീകരണത്തിൻ്റെ സമയമാണ് പാപബോധം. യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുത്തില്ല. മനസ്സ് കട്ടിയാക്കരുത്. രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഓരോ ദിവസവും നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ആര് ശുദ്ധീകരണം നമുക്കുണ്ടാകുന്നത് എവിടുന്നാ? യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ്. ശരിക്കും കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്തോ ചെയ്യണം? അനുദപിക്കണം. കണ്ണീരാ. പക്ഷേ ഇന്ന് കണ്ണീരോടെ അനുദപിക്കുന്നവർ കുറവാണ്. അതിന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പാസ്റ്ററേ, നോർമൽ ബർത്ത് ഇല്ലിന്ന്, സിസേറിയനാണ്. അതുകൊണ്ടാണ് ഒറ്റ ഒരുത്തരും ഇന്ന് കരയത്തില്ല. രക്ഷിക്കപ്പെടുന്ന പോലും തുള്ളിച്ചാടിയാണ്. പാപങ്ങൾ പോക്കാവേ, ശാപങ്ങൾ തീർക്കാവേ എന്നും പറഞ്ഞ് അങ്ങ് ആടിമറിയ സിസേറിയൻ ബർത്ത. കർത്താവിൻ്റെ അടുക്ക് വരുമ്പോൾ ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധം, ആ ബോധത്തിൽ നിന്നുണ്ടാകുന്നൊരു അനുതാപത്തോടെ അവൻ്റെ അടുക്ക് വരുമ്പോൾ എന്താ സംഭവിക്കും? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി എന്തു ചെയ്യും? ശുദ്ധീകരിക്കുന്നു. പാപബോധത്തോടെ കരഞ്ഞ ഒരാളെ കണ്ടിട്ട് വളരെ കുറവാണ്. പക്ഷേ എനിക്കിപ്പോഴും സന്തോഷമുണ്ട്. ചില യൂത്ത് ക്യാമ്പിൽ പിള്ളേർ തകരും. എന്താ കാര്യം? ഇപ്പോഴും കർത്താവിന് അവരെ സ്നേഹ. ഒറ്റ പൊട്ടൽ ബസ്സിൽ പിടിച്ചൊക്കെ നിൽക്കും. എവിടെങ്കിലും ഒന്ന് തൊടുമ്പോൾ അങ്ങ് പൊട്ടിക്കോളും. ആ തമ്പുരാൻ്റെ ഒരു സ്നേഹ. അങ്ങനെ യേശുവിനെ സ്വീകരിക്കുക. അതെന്തെല്ലാം സംഭവിക്കുന്നതാ? പരിശുദ്ധാത്മാവിനാൽ അവിടെ ചെന്നിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് യേശുവേ ഞാനൊരു പാപിയാ, എന്നെ കഴുകണമെന്ന് പറയുമ്പോൾ കഴുകി ഹൃദയത്തിലേക്ക് യേശുവിനെ വിശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നുണ്ട്. റോമർ 10:9 കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയണം. കാര്യമുണ്ട് കേട്ടോ. റോമർ 10:9 കണ്ടോ? കൺഫസ് വിത്ത് ദൈ മൗത്ത് ദ ലോർഡ് ജീസസ് ആൻഡ് ഷാൽ ബിലീവ് ഇൻ thine heart that God hath raised him from the dead, thou shalt be saved. അവർ രക്ഷിക്കപ്പെടും. യേശുവിനെ ഇങ്ങനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, വാഗൊണ്ട് ഏറ്റു പറയുക. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇന്നിൻ്റെ ഇന്ത്യൻ പശ്ചാത്തലം നിങ്ങൾക്കറിയോ? നിങ്ങൾ കണ്ടില്ലേ? ഒത്തിരി സുവിശേഷകർ ക്രൂരമായിട്ട് അടിക്കപ്പെടുന്നത്. അടിച്ച് ശരിയാക്കുക. ജയിലിൽ കൊണ്ടുപോയാൽ എന്തെല്ലാം വകുപ്പാണെന്നറിയാം. ഒരിക്കലും പുറത്ത് വരാത്ത 500 വകുപ്പൂടെ ഇട്ടാൽ വിടുന്നേ. അതിനകത്ത് പീഡനം വരെയുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അവരാരും യേശുവിനെ കളയാഞ്ഞ എന്തുകൊണ്ടാണ്? അന്ന് റോമ പൗരത്വം കിട്ടാൻ വേണ്ടി കൊണ്ടുവരും, അത് പുതുക്കി കിട്ടാൻ. അപ്പോൾ ഒരു തീയൊക്കെ കത്തിക്കും. എന്നിട്ട് കുന്തിരിക്കമൊക്കെ വാരി ഇട്ടുകൊണ്ട് പറയണം, കൈസർ യു ആർ മൈ ലോഡ്. കൈസറാണ് ദൈവം. ഹീസ് മൈ ലോഡ്. കൈസർ അന്നത്തെ കൈസരാ, റോമൻ ചക്രവർത്തിയാ. കെട്ടും റോമൻ പൗരത്വം വിലയുള്ളതാ. പക്ഷേ ജീസസ് യു ആർ മൈ ലോഡ് എന്ന് പറഞ്ഞാൽ അന്നേരം കഴുത്ത് കണ്ടിച്ച് കളയും. എന്നിട്ട് അവർ പറഞ്ഞു, യേശുവേ അങ്ങാണ് ഞങ്ങളുടെ ദൈവം. ഇതാണ് രക്ഷാനുഭവം. ഇത് ആത്മാവിനാലേ സംഭവിക്കത്തുള്ളൂ. എൻ്റെ പൊന്നു പ്രിയമുള്ള മക്കളെ, പാപം വന്ന് വിളിച്ചാൽ യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ എത്ര നാൾ ജീവിക്കും? നിങ്ങൾക്കറിയോ, എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യ വെച്ച് ഒരു പെങ്കൊച്ചിനെ കണ്ടു. അവിടെ അപ്പനെ പിടിച്ച് ജയിലിട്ടേക്ക. കൊച്ചിന് 10 കണ്ടില്ല ഞാൻ, അവിടെ കൂട്ടത്തിൽ വന്ന ഒരാളെ കണ്ടു. അത് സമാനമായ സംഭവങ്ങൾ കണ്ടു. 10-16 വയസ്സുള്ളൊരു പെണ്ണാ. അപ്പൻ ജയിലിൽ പോയി.
ഈ 16 വയസ്സുള്ള കൊച്ചങ്ങ് പാസ്റ്ററായി. അപ്പം ഇതിനം വരെ സംഭവം അതിലും വലിയ ഉണർവാണ്. 16 വയസ്സുള്ള പെങ്കൊച്ച് ഷീ ബിഗെയിം ദ പാസ്റ്റർ. എന്തുകൊണ്ടാണ് ഇവർ നിൽക്കുന്നറിയാമോ? ഒറ്റ കാര്യമാണ്, യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ അവരിത് ഇറക്കി വിടും. ഞാൻ ഇനി ഇതൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അന്നേരെ പോവും. ഓക്കെ ആക്കാം, ഇനി അതിനകത്തോട് ചേർന്നുകൂടെ ചെയ്താൽ വേറെ എന്തെങ്കിലും കൂടെ കിട്ടും. എനിക്കിപ്പം വയസ്സ് 52 ഇപ്പോൾ യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ അവരങ്ങ് പെട്ടെന്ന് വെച്ചോ, എത്ര നാളുടെ ജീവിക്കും? എത്ര നാളുടെ ജീവിക്കും? കൂടി വന്നാൽ 10, 20, 25 വർഷം, അല്ല 30 വർഷം, അതിക്കുള്ള എന്തോ ജീവിക്കാൻ? അതോ കുറ്റബോധകത്തിൻ്റെ നരകത്തിക്കകത്ത്? ഇത്ര നല്ലവനായ കർത്താവിനെ ഞാൻ തള്ളി പറഞ്ഞല്ലോ, പക്ഷേ അന്നേരം വീണും മരിച്ചാലോ? അതുകൊണ്ടാണ് യേശുവിനെ കളയാത്തേ. വീണും മരിച്ചാലോ? കോടി കോടി യുഗങ്ങൾ നിത്യത മുഴുവൻ യേശുവിനോടൊപ്പം. അതെങ്ങനെ സംഭവിക്കുന്ന? ആത്മാവിനാൽ. ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവിൽ. അതാണ് ആത്മജന്മം. നമ്മൾ രാത്രി ചിന്തിക്കുന്നത് ആത്മാവിനാൽ ജനിക്കുക എന്നുള്ള വിഷയമാണ്. നാളെ രാത്രി കർത്താവ് വരാൻ താമസിച്ച ആത്മസ്നാനത്തെക്കുറിച്ച് ചിന്തിക്കണം. ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിച്ചവൻ അവൻ്റെ മേൽ ജഡത്തിന് അവകാശമില്ല. കാഹളം ധ്വനിക്കുമ്പോൾ ജഡം ഇങ്ങനെ മരണത്തോട് പിടിക്കും. പക്ഷേ ആത്മാവിനാൽ ജനിച്ചവൻ അവൻ്റെ ആത്മാവിനാൽ ഉയർക്കപ്പെടും. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനാൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടമേറ്റു. ഇതുപോലൊരു 2000 വർഷം മുമ്പ് അതിൻ്റെ ഓർമ്മ പുതുക്കപ്പെടുകയാണ്. പല രീതിയിൽ ആയിക്കോട്ടെ, എങ്കിലും ചിന്തിക്കാൻ പറ്റിയ സമയം. ശാപമാറ്റി, ശിക്ഷയേറ്റു, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു, അവൻ വിരൂപനായി. എന്തിനാ? നമ്മുടെ വൈരൂപ്യം മാറ്റാനാ. ശാരീരിക വൈരൂപ്യങ്ങളും മാറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് സ്കിൻ ഡിസീസൊക്കെ വന്ന് വല്ലാതായി പോകുന്നവർ കർത്താവിനാൽ സൗഖ്യമാക്കപ്പെടുന്ന. എന്തിനാ? നമ്മുടെ വിരൂപം മാറ്റാൻ അവൻ വൈരൂപ്യപ്പെട്ടു. നമ്മുടെ ശാപം മാറാൻ അവൻ ശാപമായി. തകർന്ന വീട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കർത്താവായ യേശുവെ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം ഒരാൾ യേശുവിനെ സ്വീകരിക്കുന്ന ആത്മാവിനാൽ യേശുവിനെ സ്വീകരിച്ചിട്ട് ആ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നേ. അച്ചായൻ രക്ഷിക്കപ്പെട്ടായിരിക്കത്തില്ല, അമ്മ തളർന്ന് കിടക്കുകയായിരിക്കാം, വീട് മുഴുവൻ ഭ്രാന്തായിരിക്കാം. കണ്ടിട്ടുണ്ട് ചില VBSിലൊക്കെ വന്നിട്ട് ചില കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു പോകും. പക്ഷേ ആ കുഞ്ഞ് യേശുവിന് വേണ്ടി ആ വീട്ടിൽ നിന്ന് ആ വീടിനെ ദൈവം അങ്ങ് രക്ഷിക്കും. ഇനിയും തീർന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും എന്നോട് പറയും, അവരാ സ്ഥലത്ത് താമസിക്കാൻ വന്നപ്പോൾ ആ സ്ഥലം റാന്നിയിലെ ഏറ്റവും അടുക്ക് സ്ഥലം, മുഴുവൻ വേസ്റ്റും കൊണ്ടിടുന്ന സ്ഥലം, തലമുടി ഉൾപ്പെടെ നാട്ടിലെ മുഴുവൻ വേസ്റ്റും കൊണ്ടിടുന്ന, രാത്രി പകൽ പോലും ആൾക്കാർ നടക്കാൻ ഇഷ്ടിക്കാത്ത സ്ഥലം, രാത്രിയിൽ ഒട്ടും പോകാൻ പേടിക്കുന്ന സ്ഥലം. ഇന്ന് പക്ഷേ അതങ്ങ് ഡെവലപ്പായി. എന്താ? ആ മനുഷ്യൻ യേശുവിൽ വിശ്വസിച്ച് അവിടെ വീട് വെച്ച് അവിടെ നിന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഏരിയയിൽ ഭയങ്കര മാറ്റം ഉണ്ടായി. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കും. യേശുവിലൂടെ കിടക്കുന്ന കൈമാറ്റം ആത്മാവിനാൽ അങ്ങോട്ട് സ്വീകരിച്ച് ഈ യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം വന്നാൽ പിന്നെ അവിടെ മരണം പോലും മാറി നിൽക്കും. ഒന്നിനും അവരെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്, ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ വരുവാനുള്ളതിനോ ഒന്നിനും എന്നെ എങ്ങോട്ട് മാറ്റത്തില്ല, ദൈവസ്നേഹത്തെ മാറ്റത്തില്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. യേശുവുമായിട്ടൊരു അഗാധമായ പ്രണയം. നമുക്ക് വേണ്ടി ഇങ്ങനെ ചെറുതായ യേശു, നമുക്ക് വേണ്ടി ചെറുതായ യേശു, ശിക്ഷയേറ്റ യേശു. ശാന്തമായി ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുക, ആ യേശുവുമായിട്ടൊരു വ്യക്തിപരമായ എന്താ സാൽവേഷൻ? ആൻ ഇൻറ്റിമേറ്റ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഇൻറ്റിമേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്. അത് ആത്മാവിനാൽ ഉണ്ടാകുക. പള്ളി വന്നതുകൊണ്ട് അതുണ്ടാകത്തില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എൻ്റെ ഓർമ്മയിൽ ഒരു 40 വർഷമായിട്ട് യേശുവിനോട് കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ അടുത്ത് കുറച്ച് നാളായിട്ട് ഒത്തിരി അടുത്ത് നടക്കുന്നുണ്ട്. എന്തൊരു രസമാണ് യേശുവിൻ്റെ കൂടെ നടക്കാനെന്നറിയോ?
ഈ കർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. എന്തോ ഇറ്റേണിറ്റി അവിടെ ഒറ്റയാളേ ഉള്ളൂ, യേശുവ. എന്തുകൊണ്ടാണ് സ്വർഗം സ്വർഗമാകുന്നേ? സ്വർഗത്തെ സ്വർഗമാക്കുന്ന വാട്ട് മേക്സ് ഹെവൻ ഹെവൻ? ജീസസ്. ആ യേശുവിനെ എങ്ങനെ അറിയുന്നേ? ആത്മാവിനാൽ. ആത്മാവ് തരുന്നൊരു പാപബോധത്താൽ എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി മരിച്ച യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം വരുമ്പോൾ അവിടെ നമ്മുടെ ശിക്ഷകൾ മാറുക. ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശുവുമായിട്ടൊരു വലിയ ബന്ധത്തിലേക്ക്. ഞാനൊരു വലിയ ഒരു സ്പീഡിലോ ബഹളത്തിലോ ഒന്നുമല്ല പ്രസംഗിച്ചേ. ബട്ട് ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ഹാവ് ദാറ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്? നിങ്ങൾക്കറിയാം, അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. യേശുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം, യേശുവിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കണം. കേട്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയൊരു രസകരമായ സാക്ഷ്യം, ഒരമ്മച്ചിക്ക് ഭയങ്കര കഷ്ടമാണ്, പകൽ മുഴുവൻ ജോലിയാണ്, രാത്രിയാകുമ്പം ദേഹത്ത് വേദനയാണ്. യേശുപ്പച്ച വേദനയാണെന്ന് പറയുമ്പം ഒരു തൈലവുമായിട്ട് അടുത്ത് വന്നിരിക്കുമായിരുന്നു. ദേഹത്തെല്ലാം തലോടും. അമ്മച്ചി ഉറങ്ങും. ആ അമ്മച്ചി മരിച്ചുപോയി. അത്ര അടുത്ത് കർത്താവിനെ അറിഞ്ഞ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്കതറിയാൻ കഴിയാന്ന് പറഞ്ഞു. വി ആർ ടു ബിസി വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. ദാറ്റ്സ് വൈ വി കുഡ്ന്റ് എക്സ്പീരിയൻസ് ദാറ്റ് ബ്ലിസ്, ദാറ്റ് ബ്യൂട്ടി. അതിന് വലിയ ബുദ്ധിയൊന്നുമല്ല ആവശ്യം. ഒരാത്മാവിൻ്റെ സാന്നിധ്യമാണ്. സിംഗപ്പൂരിലെ കർത്താവ് കൊണ്ടുവന്നു. ഇതൊരു വലിയ ട്രേഡിംഗ് മേഖലയാണ്, വലിയൊരു രാജ്യം, അങ്ങനെയുള്ള രാജ്യമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ തിരക്കുകൾക്കിടയിൽ യേശുവുമായിട്ടൊരു ഭയങ്കര ബന്ധം, സ്ട്രോങ് റിലേഷൻഷിപ്പ് വിച്ച് നത്തിങ് ക്യാൻ ബ്രേക്ക്. പാപത്തിൻ്റെ ബ്രേക്ക് ചെയ്യല്ലേ, കൂട്ടുകാർ ബ്രേക്ക് ചെയ്യല്ലേ, ലോകത്തിൻ്റെ പണം ബ്രേക്ക് ചെയ്യാത്ത ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. അത് ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചേ. മുഴങ്കാലിൽ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് മുഴങ്കാലിൽ പ്രാർത്ഥിക്കാം. ഇഫ് യു ലൈക്ക് ടു പ്രേ ഓൺ യുവർ നീസ്, യു ക്യാൻ ജസ്റ്റ് പ്രേ. യേശുവേ, യേശുവേ, എനിക്ക് അങ്ങയുടെ കൂടെ ഇങ്ങനെ നടക്കണം, എനിക്ക് യേശുവിൻ്റെ കൂടെ നടക്കണം. നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം അറിയത്തില്ല. അതൊരു പെരിഫറൽ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ പെരിഫറൽ റിലേഷൻഷിപ്പ്. വർത്താനം പറയാം. യു ക്യാൻ ടോക്ക് വിത്ത് ഹിം. കർത്താവ് ഇങ്ങനെ അടുത്ത് വരും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ എത്രയോ വേദനകളിൽ കർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്.